السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ما بعد، عباد الله، أوصيكم وإياي بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലും നമ്മുടെ ഈ പരിപാടികളൊക്കെ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട അമലിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവിന് തഖ്വയോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഞാൻ ഇൻഷാ അല്ലാഹ് കുറെ അധികം പിഎമ്മുകൾ ഉണ്ട്. അതിനൊന്ന് പല ലൈവ് പരിപാടികളൊക്കെ കഴിഞ്ഞ് വളരെ അതൊക്കെ കേട്ട് സന്തോഷത്തിൽ ഇരിക്കാൻ. ഇൻഷാ അല്ലാഹ് ഈ പരിപാടി കഴിഞ്ഞ ശേഷം ഒരുപക്ഷെ നമ്മുടെ ഉസ്താദുമാരുടെ KRCK സുന്നീസോ അതല്ലെങ്കിൽ സൽമാൻ അൻസരി പോലെയുള്ള സമദ് ഫൈസി പോലെയുള്ള ആളുകളുടെ നേതൃത്വത്തിലുള്ള ചർച്ചകളും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, രണ്ട് വീട്ടുകാർ അടുത്ത് താമസിക്കുന്നു. ഇതിൽ ഒരു വീട്ടുകാരന് കിണർ ഇല്ല. ഇയാൾ മറ്റേയാളുടെ കിണറിൽ മോട്ടോർ വെച്ചാണ് വെള്ളം എടുക്കുന്നത്. ഇയാൾ വെള്ളം എടുക്കുന്നതിന് കിണറുള്ള ഉടമ തടസ്സമില്ല, സമ്മതമാണ്. പക്ഷെ ഭാര്യക്കാണ് തടസ്സം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് വിരോധമില്ല. അതുകൊണ്ട് സാറേ ഭാര്യയുടെ സമ്മതം വേണ്ടതില്ല. ഇനി ഒന്നാമത് വെള്ളം എന്ന് പറഞ്ഞ പൊതുസ്വത്താണ്. വെള്ളം പൊതുസ്വത്താണ്. ഒരു വീട്ടിൽ കിണറുണ്ട്. ആ വീട്ടുകാർക്ക് ആവശ്യം കഴിച്ചുള്ള വെള്ളം ബാക്കിയുണ്ട് നിൽക്കുക. എന്നാൽ അത് മറ്റുള്ളവർക്കൊക്കെ അവകാശപ്പെട്ടതാണ്. ഇയാൾ വരെ സമ്മതമില്ല, എടുക്കാനാതെ വനം എടുക്കാനാ. എന്റെ കിണറ്റിൽ നിങ്ങൾ വെള്ളം കോരാൻ പാടില്ല, എനിക്ക് തൃപ്തിയില്ല എന്ന് പറഞ്ഞാൽ ഇജ്ജന്റെ പണിയപ്പെടാന്ന് പറയുന്ന. എന്നിട്ട് അത് എന്ത് ചെയ്യാ? പക്ഷെ അവർക്ക് അവരുടെ ആവശ്യത്തിന് ഉള്ള ഇത് കഴിയണം. അവര് നമ്മൾ വെള്ളം എടുക്കുന്ന കാരണം അവർക്ക് ബുദ്ധിമുട്ടാകരുത്. അവരുടെ ആവശ്യം കഴിച്ച് കിണറ്റിൽ വെള്ളം ഉണ്ട് എങ്കിൽ ആ ബാക്കിയുള്ള വെള്ളത്തിൽ മറ്റ് എല്ലാ മുസ്ലിങ്ങൾ മാത്രമല്ല മറ്റാളുകളൊക്കെ അതില് സമമാര. അവർക്ക് ഇവരെ സമ്മതം ഇല്ലാതെ തന്നെ വെള്ളം എടുക്കാം, യാതൊരു വിരോധം ഇല്ല. അതാ. അപ്പോ ഏതായാലും ശരി, നമ്മുടെ മുസ്ലിം ഉമ്മത്തിന് അല്ലെ വെള്ളത്തിന്റെ വിഷമൊക്കെ അല്ലാഹു തആല തീർത്തു കൊടുക്കട്ടെ. ആമീൻ. പിന്നെ കൂടുതൽ വായിക്കണ്ട, ഇനിയിപ്പോ കാര്യം മനസ്സിലായല്ലേ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഞാനും 3 പേരും കൂടി ഒരു ബുക്ക് ഷോപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു. ഉസ്താദ് ദുആ ചെയ്യണം. കിറ്റ് ഹാബും ഉള്ള ഷോപ്പാണ്. എന്തായാലും ശരി. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷോപ്പിൽ നല്ല കച്ചവടം അല്ലാഹു തന്നെ നൽകട്ടെ. നല്ല ലാഭം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. അല്ലാഹു ആ കച്ചവടത്തിൽ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഹലാലായ രീതിയിൽ സമ്പാദിക്കാനുള്ള തൗഫീഖ് ആ കച്ചവടം മുഖേന നിങ്ങൾക്ക് അല്ലാഹു നൽകട്ടെ. റാഹത്തും സന്തോഷവും ഒക്കെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എനിക്ക് നാട്ടിലേക്ക് എയർ ടിക്കറ്റ് എടുത്തത് ഷാർജ ടു കൊച്ചി ആണ്. അത് എയർ കമ്പനി ദുബൈ ടു കൊച്ചിയാക്കി. അതുകൊണ്ട് എനിക്ക് ബാഗേജ് പ്രശ്നമായി. 30 kg നിന്നും 20 kg ആയി കുറഞ്ഞു. അതുകൊണ്ട് ടിക്കറ്റ് ക്യാൻസലാക്കി. ഫുൾ പൈസയും തിരിച്ചു കിട്ടാൻ ഉസ്താദ് ക്യാഷ് ദുആ. പടച്ചോനെ, എന്തായാലും വകുപ്പുണ്ടാവില്ലേ? അതിന്റെ ഏതായാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കട്ടെ. നമ്മൾക്ക് എന്ത് കാര്യം അല്ലാഹു തആലയോട് ചോദിക്കാം. അല്ലെ, എന്ത് കയ്യിൽ നിന്ന് വടി പോയാലും അത് അല്ലാഹുവിനോട് ചോദിക്കാന്നാ. നമ്മുടെ കയ്യിൽ നിന്ന് വടി ഇത് വീണുപോയി നിൽക്കുക, എന്നാൽ അതും അല്ലാഹുവിനോട് ചോദിക്കാം. അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിഖും മഖ്ലൂഖും തമ്മിലുള്ള ബന്ധമാണ്. മഖ്ലൂഖിന് എന്ത് സംഭവിച്ചാലും ഖാലിഖിനോട് ഇങ്ങനെ പറയാം. അവൻ ഖാലിഖാണ്, അവൻ റബ്ബാണ്, അല്ലേ? അപ്പൊ അതൊക്കെ അവനോട് ഇങ്ങനെ പറയാം. അതാണ് വലിയ തൃപ്തിയാണ്.
എത്ര ചോദിച്ചാലും സാധാരണ മഖലൂക്കിനോട് ചോദിക്കുമ്പോ 10 ചോദിച്ചാൽ ഈ മഖലൂക്കിന് ദേഷ്യം പിടിക്കും, മടുപ്പ് വരും അല്ലേ? ഖാലിഖ് അങ്ങനെയല്ലാണ്, എന്ത് ചോദിച്ചാലും മടുപ്പ് വരില്ല എന്ന് മാത്രമല്ല ചോദിക്കുമ്പോഴത്തോളം തൃപ്തിയാണ്. അവനോട് ചോദിക്കുന്നുണ്ടല്ലോ എന്നാ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സംബന്ധമായ ഒരു ബുദ്ധിമുട്ടും നിങ്ങളെ പെടുത്താതിരിക്കട്ടെ. അല്ലാഹു നിങ്ങൾക്ക് ഖൈറായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തരട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഖൈറും സന്തോഷമൊക്കെ ലഭിക്കുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം നിർവഹിച്ചു തരട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. ഏപ്രിൽ 21 മുതൽ 24 വരെ കേരള എൻട്രൻസ് എക്സാം ആണ്. നല്ല റാങ്ക് കിട്ടി സീറ്റ് കിട്ടാൻ ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തോട് കൂടിയുള്ള വിജയം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. പിന്നെ എന്റെ ഇക്കാക്ക് മൂത്രം പോകാത്തത് കൊണ്ട് പൈപ്പ് ഇട്ടിരിക്കുകയാണ്. ഉസ്താദ് ക്ലാസ് റൂമിൽ ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്തുണ്ട് ഇക്കാക്ക് പൂർണ്ണ ശിഫ എത്രയും വേഗം പ്രദാനം ചെയ്യട്ടെ. പൈപ്പൊന്നും ഇല്ലാത്ത നല്ല രീതിയിൽ മൂത്രം ഒഴിക്കാൻ അല്ലാഹു സഹായിക്കട്ടെ. അത് വല്ലാത്ത വിഷമാണല്ലേ? മലമൂത്ര വിസർജന സുഖകരമില്ലെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സുഖമാക്കി കൊടുക്കട്ടെ. യാതൊരു തടസ്സമില്ലാത്ത നല്ല രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി കൊടുക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, യൂട്യൂബിൽ ഒരു പരിപാടി കണ്ടു. എന്താണ്? അന്വേഷിച്ചപ്പോൾ ഷാദുലി റാത്തിബ് ആണെന്ന് കേട്ടു. അങ്ങനെ തരീഖത്ത് റാത്തിബ് ഉണ്ടോ? അതുണ്ട്. റാത്തിബ് എന്ന് പറഞ്ഞാലേ പതിവാക്കിയ ഷാദുലി റാത്തിബ് എന്ന് പറഞ്ഞാൽ ഷാദുലി ഇമാമ് പതിവാക്കിയ ഔറാദുകൾ എന്നാണ് അതിനർത്ഥം. അദ്ദേഹം പതിവാക്കി അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ഒന്നുകിൽ അദ്ദേഹത്തിന്റെ ശൈഖന്മാരുടെ അടുക്കൽ നിന്ന് കിട്ടി, അദ്ദേഹത്തിന് മശായിഖന്മാരുടെ അടുക്കൽ ലഭിച്ചു. അതല്ലെങ്കിൽ അദ്ദേഹം ഹദീസുകളിലും വിശുദ്ധ ഖുർആനും ഹദീസും സലഫു സാലിഹ്യങ്ങളുടെ കിതാബുകളൊക്കെ തരതിയപ്പോൾ ഏറ്റവും സവാബുള്ള ധാരാളം ദിക്റുകളും ഒക്കെ അദ്ദേഹത്തിന് ലഭിച്ചു. അത് അദ്ദേഹം പതിവാക്കി. അദ്ദേഹം അത് പതിവാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ മുജിദന്മാരോട് അത് പതിവാക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനൊക്കെ ആവാം. ഏതായാലും ശരി, ഷാദുലി തരീഖത്ത് എന്ന് പറഞ്ഞ തരീഖത്തുണ്ട്. അപ്പൊ അത് ഷാദുലി ഇമാം പതിവാക്കിയ പിന്നെ റാത്തീബാണത്. പിന്നെന്താണ് വേറെ കടം ഇഷ്ടം പോലെ ഉണ്ട്. ദുആ ചെയ്യുക എന്ന സഹോദരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കടക്കെ പിന്നെ വീട്ടി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും വേഗം കടം വീട്ടി തരട്ടെ. അല്ലാഹു തആല കടം വീട്ടാനുള്ള ഹലാലായ സമ്പത്ത് എത്രയും വേഗം നിങ്ങൾക്ക് നൽകട്ടെ. ഇതൊരു കടക്കെ വീട്ടി സന്തോഷത്തോടു കൂടി കഴിയാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, എന്റെ ഭാര്യക്ക് പ്രഗ്നന്റ് ആണ്, 7 മാസമായി. ഇന്നലെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ചെറിയ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. ഉസ്താദ് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹളായ ഫദ്ല് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും അല്ലാഹു ഇഷ്ടപ്പെട്ട മറ്റ് അവന്റെ അടിയാറുകളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും യാതൊരു പ്രശ്നവും ഇല്ലാതെ നല്ല റാഹത്തായ രീതിയിൽ പ്രസവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അതിന് അല്ലാഹു സഹായിക്കട്ടെ. അവരുടെ പ്രസവത്തിൽ നിങ്ങൾക്കും കുടുംബത്തിനും ദീനിനും ഉപകരിക്കുന്ന നല്ലൊരു സന്താനത്തെ അല്ലാഹു തആല പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഉസ്താദേ, മുസ്ലിം മുഅ്മിൻ തമ്മിലുള്ള വ്യത്യാസം എന്താ? പടച്ചോൻ, അത് നമ്മൾ എത്ര ചർച്ച ചെയ്താണല്ലേ? ബഹുമാനപ്പെട്ട എംകിദാരിയോ ഫോറാൻ ബരി പോലെയുള്ള ആളുകളൊക്കെ മുഅ്മിൻ മൊത്തത്തിൽ മനസ്സിലാക്കിയാൽ മതി. എല്ലാ മുഅ്മിനും മുസ്ലിമാണ്, എല്ലാ മുസ്ലിമും മുഅ്മിനാണെന്നാണ് മനസ്സിലാക്കിയാൽ മതി. ഭാഷാപരമായ വ്യത്യാസമുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ മുഅ്മിൻ വേറെ മുസ്ലിം വേറെ എന്നൊക്കെ പറഞ്ഞതേ അത് സാങ്കേതികമായ രീതിയിലല്ല, അത് ഭാഷാപരമായി വേറെയാണെന്നല്ല. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ചാൽ അല്ലേ? അള്ളാഹു ഒരുവനാണ്, അവന് പങ്കുകാരില്ല, അവന് പണ്ടുള്ളവനാണ്, അവനൊരു ആദ്യമില്ല, അവൻ എന്നും ഉള്ളവനാണ്, അവനൊരു അവസാനമില്ല. ഇങ്ങനൊക്കെ ഉണ്ടല്ലോ കുറെ മതോദ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക, മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കുക, കിതാബുകളെ കൊണ്ട് വിശ്വസിക്കുക, അഞ്ചനാട് കൊണ്ട് വിശ്വസിക്കുക, മീസാൻ, സിറാത്ത്, ഇതുകൊണ്ടൊക്കെ വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കേണ്ട കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ വിശ്വസിക്കുന്ന ആൾക്ക് മുഅ്മിൻ എന്ന് പറയും. എന്നാൽ കർമ്മപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലെ? നിസ്കാരം, പിന്നെ ഷഹാദത്ത് കലിമ അത് ഉച്ചരിക്കുക, നിസ്കരിക്കുക, നോമ്പ് വെക്കുക, സക്കാത്ത് കൊടുക്കുക, ഹജ്ജ് ചെയ്യാൻ ഇസ്ലാം കാര്യമുണ്ടല്ലോ.
മല്ലി ഇസ്ലാം എന്ന് ചോദിച്ചല്ലേ? അപ്പൊ ഇസ്ലാംകാരൻ ഏതൊക്കെയാണ് പറഞ്ഞാൽ ഈമാൻ എന്ന് ചോദിച്ചു, ഈമാൻകാരൻ ഏതാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നിർവചിക്കാറുണ്ട് ചില ആളുകൾ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാമിനോട് പറഞ്ഞ ആ കാര്യങ്ങളാണ് ഈമാൻ എന്ന് പറഞ്ഞ ആ കാര്യങ്ങളാണ്. എന്നാൽ ഭാഷാപരമായിട്ട് വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആൾക്ക് മുഅ്മിൻ എന്നും, ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് അടിമപ്പെട്ട് ജീവിക്കുന്ന മുസ്ലിങ്ങളാണ് തന്നെ കീഴ്പ്പെട്ട് ജീവിക്കുന്നവനാണ് മുസ്ലിങ്ങളാണ്. അപ്പൊ അള്ളാഹുവിന്റെ ആജ്ഞയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ബാഹ്യമായി ജീവിക്കുന്ന ആൾക്ക് മുസ്ലിം എന്ന് പറയും എന്ന് ഭാഷാപരമായി പറയാം. ഭാഷാപരമായി, സാങ്കേതികമായിട്ട് അങ്ങനെയല്ല. എന്റെ ഷറയില് മുസ്ലിം എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിമും മുഅ്മിനാണ്, എല്ലാ മുഅ്മിനും മുസ്ലിമാണ്. എന്താണ് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാലേ, ഒരാള് മുസ്ലിമാണ് അല്ലെ, ആ ആള് വിശ്വസിക്കേണ്ട കാര്യം വിശ്വസിച്ചില്ല എന്നാ മുസ്ലിം ആവുമോ? മുസ്ലിം ആവില്ലല്ലോ. ആള് നിസ്കരിക്കുന്നത് നോമ്പുണ്ട്, പക്ഷെ ആരും പറഞ്ഞു എനിക്ക് പിന്നെ അള്ളാഹുവിൽ വിശ്വാസം ഇല്ല എന്നാ പറഞ്ഞത്, എന്നാ മുസ്ലിം ആവുമോ? ഓ മുസ്ലിമും അല്ല മുഅ്മിനും അല്ല. അപ്പൊ കണ്ടില്ലേ? അപ്പൊ അവിടെ മുസ്ലിം ആവാൻ എന്ത് വേണ്ടി വന്നിട്ടുണ്ട്? ഈമാൻ, വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ വിശ്വസിക്കേണ്ടിയും വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ഏത്, അത് ശറയിൽ ഇപ്പൊ അങ്ങനെയുള്ളത്. എല്ലാ മുസ്ലിമും മുഅ്മിനാണ്, എല്ലാ മുഅ്മിനും മുസ്ലിമാണ്. ഈമാൻ ഇല്ലാതെ ഒരു മുസ്ലിമും മുസ്ലിം ആവുകയില്ല. അതിന് ഉദാഹരണമാണ്, ഏറ്റവും ചെറിയൊരു ഉദാഹരണമാണ്, ഒരാൾ കർമ്മപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പക്ഷെ അവന് വിശ്വസിക്കണമെന്ന കാര്യം വിശ്വസിക്കുന്നില്ല. അവൻ പറഞ്ഞത് ഞാൻ എനിക്ക് അള്ളാഹുവിൽ വിശ്വാസം ഇല്ലാന്ന, അല്ലെങ്കിൽ എനിക്ക് ആഖിറത്തിൽ വിശ്വാസം ഇല്ലാന്ന. അപ്പൊ അവനല്ല ആരല്ല, മുഅ്മിൻ മാത്രമല്ല, അപ്പൊ മുസ്ലിമും അല്ല. അപ്പൊ അതാണ് എന്റെ സ്ഥിതി. പിന്നെ എത്ര കുട്ടികളുണ്ടല്ലേ? ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവള് ഇസ്ലാം മതം വിശ്വസിച്ച് അവൾ ഇസ്ലാമിൽ വിശ്വസിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടാവോ അല്ലേ? അല്ല, കേട്ടാൽ വേറെ ആരും അറിയുന്നുണ്ടാവില്ല എന്നാ തോന്നുന്നത്. അവൾ നിസ്കാരം നോമ്പൊക്കെ ഇസ്ലാം മതം വിശ്വസിക്കാൻ ഉമ്മനെ തുടങ്ങിയത്. എല്ലാ റംസാനിക്കേ ചിന്തിച്ചു നോക്കി, ഒരു വിദ്യാസമ്പന്നമായ ഒരു പെൺകുട്ടി, അവള് പിന്നെ സുബൈന്റെ മുമ്പ് നീച്ച്, റംസാനിക്ക് സുബൈന്റെ മുമ്പ് നീച്ച് അത്താഴൊക്കെ കഴിച്ചിട്ടേ പിന്നെ അങ്ങനെ ഇരിക്കും, ഇങ്ങനെ കാത്തിരിക്കും. പിന്നെ അവൾ പിന്നെ സുബൈന്റെ പിന്നെ മഗ്‌രിബ് ആവർത്തതിന് ശേഷം ഭക്ഷണം കഴിക്കുള്ളൂ. കുറെ അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്തിരുന്നു. പിന്നെ ബാങ്ക് കൊടുത്താൽ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം, പിന്നെ അപ്പൊ തന്നെ അല്ല, കുറച്ച് കഴിഞ്ഞ ശേഷം നിസ്കാരം തുടങ്ങി. പക്ഷെ അപ്പോഴും ഇസ്ലാമിൽ ഉണ്ടായിരുന്നില്ല, പിന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അവള് മുസ്ലിമാന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ അല്ലേ? അപ്പൊ മുസ്ലിം ആവണമെങ്കിൽ എന്ത് വേണം? മുസ്ലിം ആണെങ്കിൽ എന്ത് വേണം? വിശ്വസിക്കേണ്ട കാര്യങ്ങളൊക്കെ വിശ്വസിക്കണം. അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് വിശ്വസിക്കുകയും അത് നാവുകൊണ്ട് പ്രഖ്യാപിക്കുകയും വേണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അവസാനത്തെ പ്രവാചകരാണ് എന്ന് നാവുകൊണ്ട് പറയുകയും അത് വിശ്വസിക്കുകയും വേണം. വേറെ മറ്റ് വിശ്വസിക്കേണ്ട കാര്യങ്ങളൊക്കെ വിശ്വസിക്കണം. വിശ്വസിക്കൽ നിർബന്ധമായ കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് നിഷേധിച്ചു നിൽക്കുക. വേറെ എല്ലാം വിശ്വസിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എന്നാൽ അയാൾ മുഅ്മിനും അല്ല മുസ്ലിമും അല്ല. എല്ലാ കാര്യവും വിശ്വസിക്കേണ്ട കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, അവൻ ഒരുവനാണെന്ന് വിശ്വാസമുണ്ട്, അവൻ ആദ്യമേ ഉള്ളവനാണ്, അവനൊരു ആദ്യമില്ല അല്ലെ, അവനൊരു അവസാനമില്ല. എല്ലാ നബിമാരെ കൊണ്ടും മുർസലീങ്ങളെ കൊണ്ടും കിതാബുകളെ കൊണ്ടും എല്ലാം വിശ്വാസമുണ്ട്. പിന്നെന്താണ്? ആഖിറത്തിലും വിശ്വാസമുണ്ട് അല്ലെ. ഇനി ഉദാഹരണം, നരകവും സ്വർഗമില്ലെന്ന് പറഞ്ഞു നിൽക്കുക. നരകവും സ്വർഗമില്ലാന്ന്. എന്നാലോ നിസ്കരിക്കുന്ന നോമ്പെടുക്കണമൊക്കെ ഉണ്ടേനും കർമ്മപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു വിശ്വാസം എനിക്കില്ല, അതാണ് നിഷേധിക്കുന്നു. അപ്പൊ അവൻ ആരല്ല? അവൻ മുഅ്മിനും അല്ല മുസ്ലിമും അല്ല. അപ്പൊ അതാണ് പറഞ്ഞത്, വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ വിശ്വസിക്കുകയും കൂടി വേണം മുസ്ലിമും ആവണമെങ്കിൽ. പിന്നെ മുസ്ലിം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിന്നുകൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റുമോ? നിന്നുകൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റൂല. നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക ഇപ്പൊ അങ്ങനെ പരിപാടി ഉണ്ടല്ലേ, നിന്നിട്ട് ഭക്ഷണം കഴിക്കണം. പടച്ചോനെ, ഒരു ജാതി. ഞാനിപ്പോ കുറച്ച് മുമ്പ് ഇന്നോട് ഒരു പേരൊക്കെ എന്നെ ക്ഷണിച്ച്, ഞാനവിടെ പോയപ്പോ അവിടുന്ന് ഭക്ഷണം നിന്ന് കഴിക്കണം. അപ്പൊ എനിക്ക് ദേഷ്യം പിടിച്ച് ഞാൻ പറഞ്ഞു, എന്നെ ക്ഷണിച്ചിട്ട് വന്നാൽ ഞാൻ എന്റെ മുമ്പേക്ക് മര്യാദ ഭക്ഷണം കൊണ്ടുവച്ചെന്നോട് പറഞ്ഞു. ഞാൻ എനിക്കത്ര പറയാൻ തോന്നിയില്ല. എന്റെ മുമ്പിലേക്ക് ഒരു ഭക്ഷണം കൊണ്ടുവച്ചെന്ന്. പിന്നെ അതിന് ശേഷം അവിടുത്തെ പരിപാടിക്ക് എന്നെ വിളിച്ചിട്ട് ചേട്ടാ. അതിനുശേഷം പിന്നീട് പല പരിപാടികളുണ്ട്. പിന്നെ എന്നെ വിളിച്ചിട്ടില്ലേ, നമുക്ക് എന്നാലും അങ്ങനെയാണല്ലേ, ഒരു ക്ഷണിച്ചിട്ടില്ലേ, നമ്മൾ ക്ഷണിച്ചിട്ട് സ്ഥലത്ത് പോയാല് നമ്മളെ മുമ്പിൽ ഭക്ഷണം കൊടുന്നു വെച്ചാറുണ്ട്. അതല്ല അതിന്റെ മര്യാദ.
അപ്പൊ അത് വേണം. ക്യൂ നിന്നിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ അല്ലേ ഈ ജയിൽ പുള്ളികൾ ഭക്ഷണത്തിന് ക്യൂ നിൽക്കാൻ മാതിരി അല്ലേ? നമ്മള് മാനമര്യാദക്ക് നമ്മൾ ക്ഷണിച്ചിട്ട് പോയ അതിഥികളായ നമ്മളെ എന്താ അതൊക്കെ മല്ലം യുക്രിം ലൈഫന ഫലൈസൻ ഇന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറയണത്. അതിഥികളെ നമ്മുടെ അതിഥികളെ ആരും ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ അവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്നാണ്. അപ്പൊ അതിഥികളോടുള്ള മര്യാദ വലിയ മര്യാദയാണ്, വലിയ മര്യാദയാണ്. അപ്പൊ നമ്മൾ ക്ഷണിക്കുക എന്നിട്ട് നമ്മളിങ്ങനെ ജയിൽ പുള്ളിയോട് പാത്രത്തിങ്ങനെ നിൽക്കുക, അതൊരു അന്തല്ലാത്ത പരിപാടിയാണ്. അപ്പൊ ഏതായാലും ശരി, അതല്ല അവിടെ വിഷയം. നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോകണം, നിന്നുകൊണ്ട് വെള്ളം കുടിക്കാൻ പാടില്ല എന്നറിയാലോ അല്ലേ? നിന്നുകൊണ്ട് വെള്ളം കുടിക്കാൻ മാത്രമല്ല, നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കലും കറാഹത്ത് തന്നെയാണെന്നാണ്. അഖ്ബറന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സജറ അനി ശുർബി ഖായിമൻ. നിന്ന് വെള്ളം കുടിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ നിരോധിച്ചു. നിന്ന് വെള്ളം കുടിക്കുന്നത് റസൂൽ എന്ത് ചെയ്തു? അത് അല്ലാഹു റസൂൽ നിരോധിച്ചു, അത് ശാസിച്ചു അവൻ ചെയ്യുന്ന ആളുകളെ. അപ്പൊ ആല ഖത്താദ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂൽ അത് പറഞ്ഞപ്പോ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞല്ലോ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സജറ അനി ശുർബി ഖായിമൻ ഖാല ഖത്താദ ഫഖുൽനാ ഫൽഅക്ലു. അപ്പൊ ഭക്ഷിക്കലോ, നിന്ന് വെള്ളം കുടിക്കൽ അല്ലാഹുവിന്റെ റസൂൽ നിരോധിച്ചിട്ടുണ്ട്. നിന്ന് ഭക്ഷിക്കലോ ഖാല. അപ്പൊ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാം ദാലിക അശറു വഅഖ്ബസ്. അത് നിന്ന് കുടിക്കുന്നതിനേക്കാളും വടക്കാണ്, വളരെ മോശമാണത്. നിന്ന് ഭക്ഷണം കഴിക്കലേ നിന്ന് കുടിക്കുന്നതിനേക്കാളും അപ്പുറമാണ് എന്ന് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുകയും ചെയ്തു. അപ്പോ നിന്ന് ഭക്ഷണം കഴിക്കലും കറാഹത്താണ്, നിന്ന് വെള്ളം കുടിക്കലും കറാഹത്ത് തന്നെയാണ്. ഉസ്താദെ, ചീപ്പ് കൊണ്ട് നടക്കുന്നത് നോക്കിയോ? അത് ഒരു ചോദ്യം വന്നിരുന്നില്ലേ 2 ദിവസം മുമ്പ്? മുടി ചെയ്യാനുള്ള ചീപ്പുണ്ടല്ലോ, അതിങ്ങനെ ചീപ്പ് എന്ന ചീർപ്പെന്നാ പറയാ. ഞങ്ങളൊക്കെ ചീർപ്പെന്ന ഞാൻ പറയല്. ഇനി എന്തായാലും വേണ്ടില്ല, ആ സാധനം ചീർപ്പെന്ന ഞാനൊക്കെ പറയല്. അത് ചെയ്യാൻ എനിക്കറിയില്ല, ഞങ്ങളുടെ നാട്ടിലങ്ങനെ പറയല്. ചീർപ്പെന്ന ഞങ്ങളുടെ നാട്ടില് പറയല്. ആയിക്കോട്ടെ, ഏതായാലും അത് ഇങ്ങനെ കീശയിൽ വെച്ച് പിന്നെ കൊണ്ടു നടക്കല്, പിന്നെ അത് തെറ്റാണോ എന്ന് ചോദ്യം വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അതിനെ കുറിച്ച് ഞാൻ അറിയില്ല, അത് നോക്കിയിട്ട് വേണം. അത് തടസ്സമുള്ളതായിട്ട് നമ്മളിതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അത് ഹറാമാണെന്നോ കറാഹത്താണെന്നോ ഒന്നും അതുവരേക്കും ആരും പറഞ്ഞു കേട്ടിട്ടില്ല, ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പോ ഏതൊരു ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഉസ്താദ് എവിടെയും കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കണം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഏതായാലും ശരി, ഞാൻ അതിനെ കുറിച്ച് നോക്കി. അപ്പൊ നോക്കിയപ്പോ എനിക്കിപ്പോ അത് കറാഹത്താണല്ല എനിക്ക് കിട്ടിയത്. കൊണ്ട് നടക്കുന്നത് കൊണ്ട് പിന്നെ തെറ്റില്ല എന്ന് മാത്രമല്ല അത് നല്ലതാണ് എന്നുകൂടിയാണ് എനിക്ക് കിട്ടിക്കുന്നത്. വിവരം നടക്കുമ്പോഴൊക്കെ ചെയ്യാനുള്ള തീർപ്പൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവുക, അത് നല്ലതാണെന്നാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് കിട്ടിയത് പൂർണ്ണമായി എന്നല്ല ഈ പറഞ്ഞത്. മറ്റേ ഉസ്താദ് ഏത് നിൽക്കാനെ പറയാൻ നമുക്കറിയില്ല. തഫ്സീറുകളുടെ കിതാബ് യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ ആയത്തുണ്ടല്ലോ. യാ ബനി ആദമ, മനുഷ്യരെ, ഖുദൂ സീനതകും, നിങ്ങളുടെ സീനത്ത് നിങ്ങൾ പിടിക്കുക എന്നാ. നിങ്ങളുടെ സീനത്ത് എന്താണ്? സീനത്ത് നിങ്ങൾ കൈവശപ്പെടുത്തുക, നിങ്ങളത് പാലിക്കുക എന്നൊക്കെ അർത്ഥം വെക്കാം. എന്താണ് സീനത്ത്? സീനത്തിന്റെ ഉദ്ദേശം അതിന് ചില മുഫസ്സിരീങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്. തവാഫ് ചെയ്യുമ്പോൾ നിങ്ങൾ വസ്ത്രം ധരിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ജാഹിലിയ്യ കാലത്തുള്ള ഒരു പുണ്യമായ ഒരു കാര്യം തവാഫ് ചെയ്യുമ്പോൾ വസ്ത്രം ധരിക്കാതിരിക്കുക. കാരണം ഈ വസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ കൈകൾ കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയതാണല്ലേ. നല്ല ന്യായല്ലേ അല്ലേ? ഈ മനുഷ്യരായി ദോഷികളായ മനുഷ്യന്മാരൊക്കെ അവരെ കൈകൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയല്ലേ വസ്ത്രം. ആ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് അങ്ങനെ തെമ്മാടികളും ദോഷികളായ ആളുകൾ അവരുടെ കൈകൾ കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയ വസ്ത്രം ധരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഭവനമായ കഅബ തവാഫ് ചെയ്യാച്ച വളരെ മോശമല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യുക, പറ്റ തുണിയൊക്കെ കഴിച്ചിട്ടുണ്ട് അങ്ങനെ തവാഫ് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. വല വാദം ഇങ്ങനെയായിരുന്നു. അപ്പൊ അതിനെ എതിർത്തുകൊണ്ടാണ് അല്ലാഹു തആല ആയത്തിറക്കിയത് യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ. അവർക്ക് കഅബ മാത്രമല്ല, നിസ്കരിക്കുന്ന സമയത്ത് തവാഫ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ വസ്ത്രം ധരിക്കണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊരു വിഭാഗം പറയുന്നത്. അതാണ് എനിക്ക് തഫ്സീർ. ഇത് വേറെയും കുറെ തഫ്സീറുണ്ട് ആ വിഷയത്തില്.
ഖുദൂ സീനത്തക്കും ഖീല അൽ മുറാദു ബിഹി, ഈ സീനത്ത് കൊണ്ട് ഉദ്ദേശം അസ്സിയാബു സാത്തിറത്തു, അതാണ്. അത് അവർക്ക് മറക്കാനുള്ള വസ്ത്രം ഉണ്ടല്ലോ, അവർക്ക് മറക്കുന്ന വസ്ത്രം നിങ്ങൾ ധരിക്കുക, അതാണ് ഖുദൂ സീനത്തക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഹ്തജ്ജ ബിഹി മൻ ഔജബ സിത്റൽ ഔറത്തി ഫി സ്വലാത്തി, നിസ്കാര സമയത്ത് ഔറത്ത് മറക്കൽ നിർബന്ധമാണ് എന്ന ആളുണ്ടല്ലോ, എന്ന വാദക്കാർ അവർ ഈ ആയത്ത് കൊണ്ട് തെളിവ് പിടിച്ചിരിക്കുന്നു. വഖീല, അതാ പറയപ്പെട്ടിരിക്കുന്നു അൽ മുറാദു ബിഹി, ഈ സീനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഖുദൂ സീനത്തക്കും എന്ന് ഖുർആൻ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിയാദത്തുൻ അല സതിരി, ഔറത്ത് മറക്കുന്നതിനേക്കാളും അപ്പുറമുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഔറത്ത് മറക്കുക അതല്ല, ഔറത്ത് മറക്കാണല്ലോ, ഔറത്ത് മറക്കുന്നതിനേക്കാളും അപ്പുറമുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. അതേതുപോലെ കത്തജമ്മുലി ജുമാക്ക് വേണ്ടി ഭംഗിയാവുക, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക, തലക്കെട്ട വെട്ടുക, ഏറ്റവും നല്ല വസ്ത്രങ്ങൾ കൊണ്ട് ജുമാക്ക് വേണ്ടി ഭംഗിയാകും പോലെ, അതുപോലെ വബി സിവാക്കി മിസ്വാക്ക് ചെയ്യൽ കൊണ്ടും തീബി സുഗന്ധം പൂശൽ കൊണ്ടും, ഇതൊക്കെയാണ് ഖുദൂ സീനത്തക്കും എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചില ആളുകൾ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്തെല്ലാം അഭിപ്രായങ്ങളായില്ലേ? നിസ്കരിക്കുമ്പോഴും തവാഫ് ചെയ്യുമ്പോഴൊക്കെ വസ്ത്രം ധരിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല, അതിന്റെ ഉദ്ദേശം വസ്ത്രം ധരിക്കുന്നതിനെയും അപ്പുറമുള്ള ഭംഗിയാവലാണ് ഉദ്ദേശം. നല്ല വസ്ത്രം ധരിക്കുക, അതുപോലെ തന്നെ മിസ്വാക്ക് ചെയ്യുക, അതുപോലെ തന്നെ സുഗന്ധം പൂശുക, ഇതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന അഭിപ്രായം. وأخرج ابن عدي وأبو الشيخ وابن مردويه عن أبي هريرة رضي الله عنهم قال رسول الله صلى الله عليه وسلم خذوا زينة الصلاة, റസൂൽ പറയാ خذوا زينة الصلاة, നിസ്കാരത്തിന്റെ സീനത്തിനെ നിങ്ങൾ കൈവശപ്പെടുത്തുക എന്ന്. നിസ്കാരത്തിന്റെ സീനത്തിനെ നിങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുക എന്നൊക്കെ അർത്ഥമൊക്കെ. അപ്പൊ റസൂൽ നിസ്കാരത്തിന്റെ സീനത്ത്. അപ്പൊ സഹാബത്ത് ചോദിച്ചു വമാ സീനത്തു സലാത്തി, എന്താണ് അല്ലാഹുവിന്റെ റസൂലെ നിസ്കാരത്തിന്റെ സീനത്ത് എന്ന് ചോദിച്ചു. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറയാണ് ഖാല, റസൂൽ പറഞ്ഞു ഇൽബസൂ നിആലകും ഫസല്ലൂ ഫീഹാ, നിങ്ങൾ ചെരുപ്പ് ധരിക്കുക, എന്നിട്ട് ആ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നിസ്കരിക്കുക, അതാണ് നിസ്കാരത്തിന്റെ സീനത്ത് എന്ന്. പടച്ചോനെ, ചെരുപ്പൽ ഭംഗിയാണല്ലേ? അപ്പൊ ആ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നിസ്കരിക്കുക, അതാണ് ഭംഗി. അങ്ങനെ തന്നെയല്ലേ നമ്മൾ വലിയ ഈ രാജകൊട്ടാരങ്ങളിലാണ്. ഇപ്പൊ ഷെയ്ഖ് സാഹിബ് ഇങ്ങനെ അങ്ങനെ വലിയ ഫൗദ് രാജാവ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൊട്ടാരത്തിലൊക്കെ ടിവിയിലൊക്കെ ആണല്ലേ, അവരെ കാർപ്പറ്റൊക്കെ, ആ കാർപ്പറ്റ് കൂടെ ഒരു കാലുമ ചെരുപ്പും ഷോക്കെ ഇങ്ങനെ നടന്നു പോയി. നമുക്ക് ഇങ്ങനെ കുറച്ചോ എത്ര അല്ല മുൻപേ കാർപ്പറ്റ് കൂടെ ചെരുപ്പിട്ടാണ് നടക്കണത്. അതുപോലെ തന്നെ അവരുടെ അതിഥികൾ തന്നെ ഷൂ ഒക്കെ ഇട്ടിട്ടേക്കാരം അങ്ങനെ കാർപ്പറ്റ് കൂടെ. എന്നിട്ട് അവിടെ അതിന്റെ ഉള്ളിൽപ്പെട്ട ആ വലിയ മനോഹരമായ റൂം, അതിൽ മുമ്പ് തരം കാർപ്പറ്റുകളൊക്കെ ഉണ്ട്. അതിലൊക്കെ അവര് ഇരിക്കുന്ന സമയത്ത് കാലിന് ചെരുപ്പുണ്ടാവും. അപ്പൊ അതാണ് ഇപ്പൊ സംഗതി ഏതാണ്, അതൊരു ഭംഗിയാണെന്ന്. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെരുപ്പ് ധരിക്കുക, ആ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുക, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അപ്പൊ റസൂൽ പറയും ചെയ്തു. എന്താ നിസ്കാരത്തിന് സീനത്ത് എന്താണെന്ന് ഇൽബസൂ നിആലകും ഫസല്ലൂ ഫീഹാ എന്ന് പറഞ്ഞു. പിന്നെ അതുകൊണ്ട് തെറ്റില്ലേ, ചെരുപ്പമ്മ നേസില്ല നിൽക്കുക, ചെരുപ്പമ്മ നജസൊന്നുമില്ല, എന്നാ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നിസ്കരിക്കുക ചെയ്യാം, ഇവിടെ അതൊന്നുമില്ല. പിന്നെ العقيلي وأبو الشيخ وابن عساكر عن أنس رضي الله عنه عن النبي صلى الله عليه وسلم رسول الله بريانا في قول الله تعالى في خذوا زينتكم عند كل مسجد. خذوا زينتكم عند كل مسجد എന്ന ആയത്തിന്റെ തഫ്സീറിൽ റസൂൽ പറഞ്ഞു. എന്താ അതിന്റെ ഉദ്ദേശം? എന്താ അതിന്റെ ഉദ്ദേശം സല്ലൂ ഫി നിആലിക്കും എന്നാണ് എന്ന്. നിങ്ങൾ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നിസ്കരിക്കുക, അതാണ് അതിന്റെ ഉദ്ദേശം. ആ ആയത്തിന്റെ ഉദ്ദേശം അതാണ് എന്ന് റസൂൽ പറയാ. അപ്പൊ കണ്ടില്ലേ അല്ലേ? ഞാൻ ഇപ്പൊ നമ്മൾ ചിറുക്കിലവർക്ക് അഞ്ചാളർക്ക് എത്തും. وأخرج ابن مردويه عن أنس رضي الله عنه قال أنس رضي الله عنه قال رسول الله صلى الله عليه وسلم അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു مما أكرم الله به هذه الأمة لبس نعالهم في صلاتهم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ ബഹുമാനിച്ച കാര്യത്തിൽപ്പെട്ടതാണ് ഈ ഉമ്മത്തിന് അവർ നിസ്കരിക്കുന്ന സമയത്ത് ചെരുപ്പ് ധരിച്ചുകൊണ്ട് നിസ്കരിക്കാം എന്നുള്ളത്. ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ ഒരു ബഹുമാനാണിത്. ഈ ഉമ്മത്ത് നിസ്കരിക്കുമ്പോ
ചെരുപ്പ് ഇട്ടുകൊണ്ട് നിസ്കരിക്കാനുള്ളത് ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയൊരു ബഹുമാനമാണ് എന്നാ നിങ്ങൾ നോക്കി. وأخرج أبو داود والحاكم وصححه عن شداد بن أوس قال رسول الله صلى الله عليه وسلم റസൂൽ പറയാണ് ഖാലിഫുൽ യഹൂദ യഹൂദികളോട് നിങ്ങൾ എതിര് കാണിക്കുക, ജൂതന്മാരോട് നിങ്ങൾ എതിര് കാണിക്കുക. എന്താ ജൂതന്മാർ ചെയ്യാറ്? ഫഇന്നഹും ലാ യുസല്ലൂന ഫീ ഖിഫാഫിഹിം വലാ നിആലിഹിം, ജൂതന്മാർ ഖുഫ ധരിച്ചുകൊണ്ടോ ചെരുപ്പ് ധരിച്ചുകൊണ്ടോ നിസ്കരിക്കുകയില്ല. എന്നാൽ നിങ്ങൾ അവരോട് എതിര് കാണിക്കുക. നിങ്ങൾ ചെയ്തോളി, ഖുഫിട്ടിട്ട് ചെരുപ്പിട്ടിട്ട് നിസ്കരിച്ചോളി. അപ്പൊ കാരണം ഒരു മുഖാലഫത്തുൽ യഹൂദി എന്ന സാറവാണല്ലോ അല്ലേ. അപ്പൊ അതാ, അപ്പൊ യഹൂദികളോട് നിങ്ങൾ എതിര് കാണിക്കുക. യഹൂദികൾ ഖുഫ ധരിച്ചുകൊണ്ടും ചെരുപ്പ് ധരിച്ചുകൊണ്ടും നിസ്കരിക്കൂല. അവരോട് നിങ്ങൾ എതിര് കാണിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഖുഫ ധരിച്ചുകൊണ്ടും ചെരുപ്പ് ധരിച്ചുകൊണ്ടും ഒക്കെ നിസ്കരിച്ചോടിയെന്ന്. അപ്പോ ഈ ഇതൊക്കെ ഇൻഷാല്ലാഹ് പറയാം. وأخرج الحاكم وصححه عن أبي هريرة رضي الله عنه عن رسول الله صلى الله عليه وسلم قال رسول الله إذا صلى أحدكم നിങ്ങളെന്ന് ആരെങ്കിലും നിസ്കരിച്ചാൽ فخلعن عليه എന്നിട്ട് അവന്റെ ചെരുപ്പം ഊരുകയും ചെയ്താൽ فلا يؤذي بهما أحدا, അതുകൊണ്ട് ആ ചെരുപ്പ് കൊണ്ട് അവൻ ആരെയും ഉപദ്രവിക്കരുത്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ചെരുപ്പ് ഊരുകയാണെങ്കിലേ വിരോധമൊന്നുമില്ല. ആ ചെരുപ്പ് കൊണ്ട് നിങ്ങൾ ആരെയും ഉപദ്രവിക്കരുത്. എങ്ങനെ ഉപദ്രവിക്കുക? പിന്നെ ഒന്നുകിൽ എന്ത് ചെയ്യണം, അവർ രണ്ടിനും വെക്കുക അവൻ രണ്ട് കാലിന്റെ ഇടയിൽ. അവൾ യുസല്ലി ഫീഹിം, അല്ലെങ്കിൽ രണ്ടും ധരിച്ചുകൊണ്ട് നിസ്കരിക്കണം. രണ്ടാളും ചെയ്യട്ടെ എന്ന്. ആ ചെരുപ്പ് മറ്റുള്ളവർക്ക് ഉപദ്രവമുള്ള രീതിയിൽ ഇങ്ങനെ ആക്കരുത്. നിങ്ങൾ ചെരുപ്പ് ഒന്നുകിൽ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നിസ്കരിക്കുക, അതല്ലെങ്കിൽ ചെരുപ്പ് ഊരിട്ട് നിങ്ങളുടെ മുമ്പിൽ രണ്ട് കാലിന്റെ ഇടയിൽ വെക്കുക. എന്നാൽ ആൾക്കാർക്ക് വിഷമുണ്ടാവില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യണം എന്ന്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായി അല്ലേ? അപ്പൊ ആ പറഞ്ഞതൊക്കെ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നിസ്കരിക്കണമെന്ന് നിർബന്ധമുള്ള കാര്യമല്ല. ഖുഫ ധരിച്ചുകൊണ്ട് നിസ്കരിക്കണമെന്നുള്ള കാര്യം നിർബന്ധമല്ല എന്ന്. ജൂതന്മാരങ്ങനെ ചെയ്യാറില്ല. അതൊരു തെറ്റായ വിഷയമാണെന്നാണ് ജൂതന്മാരുടെ ന്യായം. എന്നാൽ ഈ ദീനിൽ അങ്ങനെ ഇല്ല എന്ന്. ചെരുപ്പ് ധരിച്ചുകൊണ്ട് നിസ്കരിക്കാം, ഖുഫ ധരിച്ചുകൊണ്ട് നിസ്കരിക്കാം. ഇത് മനസ്സിലായല്ലോ. അതല്ല നിങ്ങൾ ഊരുകയാണെങ്കിൽ അതുകൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാൻ അപ്പൊ ഊരും ചെയ്യാം എന്ന് പറഞ്ഞല്ലോ. وأخرج أبو يعلى بسند ضعيف, ضعيفായ സനദോടുകൂടി അബൂ യഅല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. عن علي بن أبي طالب عن النبي صلى الله عليه وسلم قال, റസൂൽ പറയാണ് زين الصلاة الحذاء, നിസ്കാരത്തിന്റെ ഭംഗി എന്ന് പറഞ്ഞാലേ അത് ഷൂ ധരിക്കല. ഷൂ ഒക്കെ ഇട്ടിങ്ങനെ നിസ്കരിക്കുക, അതാണ് നിസ്കാരത്തിന്റെ ഭംഗി എന്ന് പറഞ്ഞു. എന്തിനാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിച്ചാലേ, ചെരുപ്പന്നെ ധരിക്കാൻ പാടില്ല, ഖുഫ ധരിക്കാൻ പാടില്ല എന്ന് വിശ്വസിച്ച ഒരു വിഭാഗം അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരെ അല്ലേ. നിസ്കരിക്കുമ്പോൾ ഷൂ ധരിക്കാൻ പാടില്ല, ഖുഫ ധരിക്കാൻ പാടില്ല. അപ്പൊ ആ ധാരണ ഇല്ലാതാക്കണല്ലേ, ആ ധാരണ ഇല്ലാതാക്കണം. ധരിക്കാം, അതുകൊണ്ട് വിരോധമില്ല. ആ ധാരണ അത് ഇല്ലാതാക്കാൻ വേണ്ടി അള്ളാഹു റസൂൽ ആ വിഷയത്തിൽ വളരെ കണിശമായ രീതിയിൽ പറഞ്ഞതാണ് ഒക്കെ. പിന്നെ وأخرج البزار بسند ضعيف عن أنس رضي الله عنه أن النبي صلى الله عليه وسلم قال رسول الله പറഞ്ഞു خالف اليهود وصلوا في نعالكم, യഹൂദികളോട് നിങ്ങൾ എതിര് കാണിക്കുക, എന്നിട്ട് നിങ്ങൾ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നിസ്കരിക്കുക. فإنهم لا يصلون في خفافهم ولا في نعالهم, കാരണം ജൂതന്മാർ ചെരുപ്പ് ധരിച്ചുകൊണ്ടോ ഖുഫ ധരിച്ചുകൊണ്ടോ നിസ്കരിക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾ എതിര് കാണിക്കുക, നിങ്ങൾ ആൾക്ക് ധരിച്ച് നിസ്കരിച്ചോളി അറിഞ്ഞു റസൂലുള്ളാഹ്. وأخرج الطبراني في الأوسط بسند ضعيف عن ابن مسعود رضي الله عنه عن رسول الله صلى الله عليه وسلم قال من تمام الصلاة الصلاة في النعلين, നിസ്കാരത്തിന്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ്. നിസ്കാരം പരിപൂർണമായി എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ചെരുപ്പിട്ടാണ് നിസ്കരിക്കണം എന്ന്. അതാണ് من تمام الصلاة الصلاة في النعلين. അപ്പോ വഖാല അത്തിയ, ഇപ്പൊ പറഞ്ഞല്ലേ. അപ്പോ ഹുദൂസീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഉള്ള വിഷയങ്ങളാണ് ഇപ്പൊ ഇതിലേക്കും പറഞ്ഞത്. അത് ഔറത്ത് മറക്കലാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊരു അഭിപ്രായം. അതല്ല, ഔറത്ത് മറക്കുന്നതിനേക്കാളും അപ്പുറം വസ്ത്രം ധരിച്ചുകൊണ്ട്, ഔറത്ത് മറക്കാൻ മുൻപോക്കെ മറച്ചാൽ മതിയല്ലോ, അതിനേക്കാളും അപ്പുറം വസ്ത്രം, കുപ്പായക്കെട്ട് തലക്കെട്ട് കെട്ടി, അതൊക്കെ അതുപോലെ തന്നെ സുഗന്ധം പൂശി മിസ്വാഖ് ചെയ്ത് ഇങ്ങനെ നിസ്കരിക്കുക, അതാണ് അതുകൊണ്ട് ഉദ്ദേശം എന്നൊരു അഭിപ്രായം അല്ലേ.
വേറെ അഭിപ്രായം ഉണ്ട്, അതല്ല ചെരുപ്പ് ധരിച്ചുകൊണ്ടും ഹുഫ ധരിച്ചുകൊണ്ടൊക്കെ നിസ്കരിക്കുക, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പല അഭിപ്രായങ്ങളും പറയാണ്. വേറെ അഭിപ്രായം വഖാല അത്തിയ്യ വഅബൂ റസീൻ, പിന്നെ അത്തിയ്യ അതുപോലെ തന്നെ അബൂ റസീനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ ഖുദൂ സീനത്തക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ അൽ മിസ്തു അല്ലെങ്കിൽ അൽ മുസ്തു, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചീർപ്പ് ഉണ്ടല്ലോ, ചീർപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ കണ്ടില്ല ഞങ്ങള് അതിനകത്ത് ഈ പറഞ്ഞതൊക്കെയാണ്. അതിന് മുമ്പ് ഞാൻ കുറച്ച് കണ്ടതൊക്കെ എന്നെ രസം തോന്നിയപ്പോ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന അതാ അല്ലേ. ഖുദൂ സീനത്തക്കും എന്താ കൊല്ലി മസ്ജിദ് അതിന്റെ ഉദ്ദേശം എന്താണ്, നിസ്കരിക്കാൻ നിൽക്കുമ്പോ ശരിക്കൊക്കെ മുടി പിന്നെ തലമുടിയൊക്കെ ശരിക്കും വാർന്ന് നിസ്കരിക്കുക, ചീർപ്പ് ഉപയോഗിക്കുക, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന അഭിപ്രായം അങ്ങനെയുണ്ട്. പക്ഷെ ഷാദാര അഭിപ്രായമാണ് വെച്ചാൽ ഖുദൂ സീനത്തക്കും സത്റുൽ ഔറത്തി ഫി തവാഫി ഔ ഫി സ്വലാത്തി ഔ തസയ്യുനു ബിഅജ്മലിൽ ലിബാസ് ഫിൽ ജുമുഅ വൽ അഅയാദി, വിശേഷ ദിവസങ്ങൾ, അതുപോലെ തന്നെ വെള്ളിയാഴ്ച ജുമുഅ ദിവസങ്ങൾ, ഈ ദിവസങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക, ഇതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന അഭിപ്രായമുണ്ട്. ഔ അറാദൽ മുസ്ത ലിതസ്രീഹിൽ ലഹിയതി, അല്ലെങ്കിൽ താടി വാരാനുള്ള ചീർപ്പാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും അത് അഭിപ്രായമുണ്ട്. ബഹുശാസും അതൊരു ശാഖാ അഭിപ്രായമാണ്. ഇതിൽ അങ്ങനെയും തഫ്സീറും അത് മാത്രമല്ല വേറെ ഉണ്ട്. ഇനിയിപ്പോ ഈ തെളിവ് മാത്രമല്ല, ഇത് കേട്ടോളി ഇനി വേറെ അല്ലേ. ഖാലിദ് ഇബ്നു മഅദാൻ റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയായിരുന്നു, യുസാഫിറു, റസൂൽ സഫർ പോയിരുന്നു, ബിൽ മുസ്തി ചീർപ്പ് കൊണ്ട്, വൽ മിർആതി കണ്ണാടി കൊണ്ടും, വദ്ദുഹ്നി എണ്ണ കൊണ്ടും, വസ്സിവാക്കി മിസ്വാക്ക് കൊണ്ടും, വൽ കുഹ്ലി സുർമ കൊണ്ടും. റസൂൽ യാത്ര പോകുമ്പോൾ ഇതൊക്കെ കരുതിയിരുന്നു, ഇതൊക്കെ കൈപിടിക്കും റസൂൽ. പിന്നെ വാരാണ് ചീർപ്പ്, കണ്ണാടി, എണ്ണ, മിസ്വാക്ക്, സുർമ, ഇതൊക്കെ റസൂൽ എന്ത് ചെയ്തിരുന്നു, യാത്ര പോകുമ്പോ കൂടെ കൊണ്ടുപോയിരുന്നു അല്ലേ. മനസ്സിലായല്ലോ. പിന്നെ عن سعيد بن المسيب رضي الله عنه عن أبي أبي بن كعب رضي الله عنه قال قال رسول الله صلى الله عليه وسلم, റസൂൽ പറഞ്ഞു, മൻ സറഹ ലഹിയതഹു വറഅസഹു ബിൽ മുസ്തി, ആരെയും ചീർപ്പ് കൊണ്ട് അവന്റെ താടിയും മുടിയും വാർന്നാൽ, ഫീ കുല്ലി ലൈലത്തിൻ എല്ലാ രാത്രിയിലും വാർന്നാൽ, റൂഫിയ മിൻ അൻവാഇൽ ബലാഇ, ഒരുപാട് മുസീബത്തുണ്ടല്ലോ, ഇടങ്ങേറുകള്, അതിനെ തൊട്ടൊക്കെ അവന് രക്ഷപ്പെടാൻ സാധിക്കുന്ന. എല്ലാ ദിവസവും രാത്രി എന്ത് ചെയ്യുക, സ്ഥിരമായിട്ട് തടിമുടിയൊക്കെ ഭാര്യ, എന്നാല് രാത്രി, എന്നാല് എല്ലാവരും ആഫത്ത് മുസീബത്തിൽ നിന്നും അവനക്ക് പിന്നെ മോചനം ഉണ്ടാകും. ഒരുപാട് തരം ആഫത്ത് മുസീബത്തിൽ നിന്നും അവന് മോചനം ഉണ്ടാകും. അത് രാത്രിയാണല്ലേ, രാത്രി. അതിന് പുറമെ സീലത്തി അമുരിഹി, അവന്റെ വയസ്സിൽ വർധനവ് ഉണ്ടാവുന്ന, അവർക്ക് ദീർഘായുസ്സ് ലഭിക്കുന്ന. ഈ ഇതിന്റെ അവിടെ ഉണ്ട്. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ചില ആളുകളെ ഞാൻ കണ്ടു, ഒരു കുറെ വയസ്സായിട്ട് വെച്ചെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ കണ്ടത് നമ്മുടെ എടുത്തു വെച്ചില്ല. അത് അങ്ങനെ ഞാൻ കണ്ടത്. ഈ വേറെ ഹദീസ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് രാത്രി മുടി വാരനെ കുറിച്ചാ പറഞ്ഞല്ലേ. എന്നാൽ ഇനി വേറെ ഹദീസ്, അലൈക്കും ബിൽ മുസ്തി, നിങ്ങൾ പിന്നെ ചീർപ്പ് നിങ്ങൾ പതിവാക്കുക, ഫഇന്നഹു യുദ്ഹിബുൽ ഫഖ്റ, അത് ദാരിദ്ര്യം ഇല്ലാതെയാക്കും. നടക്കുമ്പോ എന്ത് ചെയ്യാ, ഒരു ചീർപ്പ് കൈപ്പിടിക്കാണ്ട് എപ്പോഴും ഒരു ഭാര്യ, എന്നാൽ ദാരിദ്ര്യം ഇല്ലാതാകുന്ന. വമൻ സറഹ ലഹിയതഹു, ആരെങ്കിലും അവന്റെ താടി വാർന്നാൽ, ഹീന യുസ്ബിഹു, രാവിലെ സമയത്ത്, മുമ്പ് രാത്രിയെ കുറിച്ച് മുമ്പ് രാത്രി വാരനെ കുറിച്ച് മുമ്പ് പറഞ്ഞ ഹദീസ്, ഇത് രാവിലെ ആണ്. രാവിലെ ആരെങ്കിലും ചീർപ്പ് കൊണ്ട് താടി വാർന്നാൽ, കാനലഹു അമാനൻ, അവന് നിർഭയത്വം ലഭിക്കുന്ന, പിന്നെ നമുക്കൊന്നും പേടിക്കേണ്ടതില്ല. ഹത്താ യുംസിയ, വൈകുന്നേരം വരെ അവന് ഉണ്ടാകുന്ന നിർഭയത്വം ഉണ്ടാകുന്ന. കാരണം ലഹിയത്ത, കാരണം താടി എന്ന് പറഞ്ഞാൽ സൈനുൽ ഹിജാലി, അത് പുരുഷന്മാർക്ക് ഭംഗിയാണ്. ജമാൽ വജിഹി, അത് മുഖത്തിന്റെ സൗന്ദര്യവുമാണ്. അപ്പൊ അതൊക്കെ തന്നെ വാര്യ അല്ലേ. രാവിലെ വാർന്ന വൈകുന്നേരം വരെയൊക്കെ നിർഭയത്വം ഉണ്ടാവും. വൈകുന്നേരം വാരനെ കുറിച്ച് ഞാൻ വേറെ ഹദീസും പറഞ്ഞല്ലോ അല്ലേ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിലൊക്കെ ഇവിടെ കൊണ്ടുവന്നിരുന്നു പറഞ്ഞു. ഈ
വേറെ ഹദീസ് ഇട്ടാ ലൈഫായ ഹദീസാണ്. ലൈഫായ ഹദീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോ റസൂലുള്ളാഹി പറയാത്തത് എന്നല്ലേ എന്റെ അർത്ഥം അല്ലേ? റിപ്പോർട്ട് ചെയ്ത റാവിമാരിൽ ഉണ്ടാവുന്ന ചില വിഷയങ്ങളാണല്ലോ ലൈഫ് എന്ന് അത് നമ്മൾ പറഞ്ഞാലോ. ലൈഫായ ഹദീസ് കൊണ്ട് ഫളായിൽ അഅ്മാലൊക്കെ അമൽ ചെയ്യാലോ. ലൈഫായ ഹദീസിലുണ്ട് കാന ലാ യുഫാരിഖുഹു അൽ മുഷ്തു കാന ലാ യുഫാരിഖുഹു അൽ മുഷ്തു റസൂലുള്ളാഹിയായിരുന്നു ലാ യുഫാരിഖുഹു റസൂലിനെ വിട്ടു പിരിയില്ല. അൽ മുഷ്തു ചീർപ്പ് റസൂലിനെ വിട്ടു പിരിയൂല എന്ന്. ലാ ഫീ സഫരിൻ വലാ ഫീ ഹദരിൻ യാത്രയിലും പിന്നെ നാട്ടിൽ താമസിക്കുന്ന അവസരത്തിലും റസൂലിനെ ചീർപ്പം ഇത് വിട്ടു പിരിഞ്ഞില്ല എന്ന്. എപ്പോഴും റസൂലിനെ ചീർപ്പുണ്ടായിരുന്നു അല്ലേ? ഇതുപോലെ കാന ലാ യുഫാരിഖുഹു അൽ മുഷ്തു ലാ ഫീ സഫരിൻ വലാ ഫീ പിന്നെ ഹദരിൻ. വേറെ ഹദീസ് അലൈക്കും ബിൽ മുസ്തി അലൈക്കും നിങ്ങൾ നിർബന്ധമാക്കുക ബിൽ മുസ്തി ചീർപ്പ് നിങ്ങൾ നിർബന്ധമാക്കുക. ഫഇന്നഹു യുഹിബു ബിൽ ഗമ്മി വൽ വബാഇ വൽ ഫഖരി അത് മുഷിപ്പ് അതുപോലെ കോളറ അതുപോലെ ദാരിദ്ര്യം അതൊക്കെ ഇല്ലാതെയാക്കുന്ന അതാ. അപ്പൊ നമുക്ക് ഒരുപാട് തെളിവുകൾ കിട്ടിയത് ഇല്ലേ? ഒരുപാട് തെളിവുകൾ കിട്ടിയതൊക്കെ ചീർപ്പ് എപ്പോഴും കൊണ്ട് നടക്കണം എന്നുള്ളതാണ്. അതേ സമയത്ത് കൊണ്ടു നടക്കാൻ പാടില്ല എന്നൊരു ഉസ്താദ് വേറെ കേട്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അടുക്കൽ ഇതിനൊക്കെ കവച്ചു വെക്കുന്ന ഇതിനൊക്കെ മറുപടി പറയുകയും എന്നാൽ അതിനപ്പുറമുള്ള തെളിവുകൾ അദ്ദേഹത്തിന്റെ അടുക്കൽ ഉണ്ടായതുകൊണ്ടാവാം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അല്ലാഹു അഅലം. അപ്പൊ അല്ലെ നമുക്ക് വിളിക്കാൻ കാര്യമാണ് ഈ പറഞ്ഞത്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ എന്റെ മക്കൾക്കൊരു ജോലി കിട്ടാൻ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹലായ ഫള് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും നിങ്ങളുടെ മക്കൾക്ക് നല്ല റാഹത്തുള്ള ജോലികൾ അല്ലാഹു തആല നൽകട്ടെ. കുട്ടികൾക്കൊക്കെ അനുയോജ്യമായ അവരുടെ മനസ്സിന് നല്ല തൃപ്തികരമായ ഖൈറും ബർക്കത്തൊക്കെ ഉള്ള നല്ല ജോലി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മക്കൾക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്ഥി ഉരുക്കമുള്ള സ്ത്രീയുടെയും കുട്ടിയുടെയും ഉംറ വിശദീകരിക്കുന്നു. കുട്ടിയുടെയും പിതാവിന്റെയും ഉംറയിൽ തവാഫും സഅയും ഒന്നിച്ച് ചെയ്യാൻ പറ്റും. അതാ അസ്ഥിരുക്കമുള്ള സ്ത്രീ എന്ന് പറഞ്ഞാലേ ഈ അസ്ഥിരുക്കം എന്ന് പറയുന്നതാണ് അത് ഗുഹ്യസ്ഥാനത്തിന്റെ ലാഹിറല്ല, യോനിയുടെ പുറംഭാഗമല്ല, അതിന് ഉൾഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു സാധനമാണ് അസ്ഥിരുക്കം എന്ന് പറഞ്ഞാല്. അപ്പോ അത് പുറപ്പെട്ടാൽ ഒതു മുറിയും. ഏതുപോലെ മൂത്രം പുറപ്പെട്ടാൽ ഒതു മുറിയുന്നത് പോലെ മുന്തുവാരത്തിൽ കൂടിയ പിന്തുവാരത്തിൽ കൂടി എന്ത് സാധനം പുറപ്പെട്ടാലും ഒതു മുറിയല്ലോ. അപ്പൊ ഈ അസ്ഥിവൃക്കം എന്ന് പറഞ്ഞാൽ മുന്തുവാരത്തിൽ കൂടി പുറപ്പെടുന്ന ഒരു സാധനമാണ്. ഒരു കൊഴുത്ത വെള്ളമാണത്. അത് പിന്നെ അത് പുറപ്പെട്ടാല് ഒതു മുറിയും. വേറെ പ്രശ്നമില്ല, ഒതു മുറിയും. മൂത്രം പുറപ്പെട്ടാൽ ഒതു മുറി എന്ന പോലെ ഇത് പുറപ്പെട്ടാൽ ഒതു മുറി. അവള് ഉണ്ടാക്കിയാണെങ്കിൽ അതൊന്നുമില്ല. തൊവാഫ് ചെയ്യുന്ന സമയത്ത് പുറപ്പെട്ട് നിൽക്കുക അല്ലെ? അസ്ഥിവൃക്കം പെടുന്നത് സദാസമയത്തും ഇങ്ങനെ പുറപ്പെടുന്നില്ല. അത് മൂത്രം പുറപ്പെടാൻ മാറ്റുന്ന ചിലപ്പോൾ പുറപ്പെടുകയാണ്. അങ്ങനെ ഉണ്ടാകുക അല്ലെ? അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കണതല്ല. അതാണ് ഇപ്പൊ കൂടുതൽ അതിനെ കുറിച്ച് ആൾക്കാരുള്ളൂ. അല്ല അങ്ങനെയാണോ? ഇസ്തിഹാറത്ത് ഹൈബൊക്കെ ഉള്ള പോലെ സദാസമയത്ത് ഇങ്ങനെ ഒലിക്കുവോ? ഇല്ലല്ലോ. സദാസമയത്ത് ഇങ്ങനെ ഒലിക്കുവോ അത് അസ്ഥിവൃക്കം? അരുമരുണ്ടെന്ന് പറഞ്ഞാലേ ഉണ്ട്. ഒരു കാര്യം മനസ്സിലാക്കാനില്ല, അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. ഇല്ല, അത് ഇല്ല. അല്ല വെള്ളപ്പൊക്കം തന്നെയാണോ? വെള്ളപ്പൊക്കെ അത് എപ്പോഴെങ്കിലൊക്കെ പുറപ്പെടണാണ്. അതെ, അത് പുറപ്പെട്ടാൽ ഒന്നും മുറിയും. അപ്പൊ തവാഫ് ചെയ്യുന്ന സമയത്ത് അത് പുറപ്പെട്ടു നിൽക്കുന്ന വെള്ളം ഒന്നും മുറിഞ്ഞു. അപ്പൊ പ്രശ്നമൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി? അപ്പൊ വേഗം പോവുക. എന്നിട്ട് അവിടെ മൂത്രം കഴുകി വൃത്തിയാക്കുന്ന പോലെ അതും കഴുകി വൃത്തിയാക്കണം. അതൊക്കെ ശരിക്കും കഴുകി വൃത്തിയാക്കുക. പിന്നെ വേറെ ഒന്നുകൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? തവാഫ് പൂർത്തിയാക്കുക. അത്രയ്ക്കേ ഉള്ളൂ. തവാഫ് ഒരു 2-3 റൗണ്ട് അടിച്ച് അല്ലെ? ഒരു 2-3 റൗണ്ട് ചുറ്റി, ഒരു 3 റൗണ്ട് ചുറ്റിയതിനു ശേഷമാണ് അവൾക്ക് അസ്ഥിവൃക്കം നിൽക്കുക. അത് പുറപ്പെട്ടത്. എന്നാലും അപ്പൊ ഒന്ന് മുറിഞ്ഞു. അപ്പൊ എന്ത് ചെയ്യുക? വേഗം പോയിട്ട് ശരിക്കും കഴുകി വൃത്തിയാക്കി ഓരോരുത്തർ ബാക്കിയുള്ള ചെയ്താൽ മതി. ഇനി 3 റൗണ്ട് ആദ്യം ചുറ്റിട്ടുണ്ടല്ലോ, ഇനി ബാക്കി 4 റൗണ്ട് കൂടി ചുറ്റിയാൽ മതി. അപ്പൊ ഉംറന്റെ അമാലുകൾക്കൊന്നും അസ്ഥിവൃക്കം കൊണ്ട് തരാറില്ല. അത് പിന്നെ തവാഫ് ചെയ്യുന്ന സമയത്ത് പുറപ്പെട്ടാൽ അവരുടെ ഒതു മുറിയും. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി ഒതു ചെയ്യണം. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമില്ല. പിന്നെ കുട്ടിന്റെ തവാഫില് കുട്ടിനെ കൊണ്ട് ഉംറ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കുട്ടിക്കും വാപ്പാക്കും കൂടി ഒരു തവാഫ് മതിയോ? പോരാ. അതുപോലെ ഒരു സഅയൊന്നും പോരാ. രണ്ടാൾക്കും വേറെയാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? വളരെ ബുദ്ധിമുട്ടാണ്. ചെറിയ കുട്ടികളെ കൊണ്ട് തവാഫ് ഉംറയെല്ലാം പ്രവേശിപ്പിക്കാതിരിക്കലായിരിക്കും നല്ലത്. കാരണം
അത് അങ്ങനെ ഉണ്ടായാൽ ഇത് മുമയ്യിസല്ലാത്ത ബദരിമില്ലാത്ത ചെറിയ കുട്ടികളുണ്ടല്ലോ, 7 വയസ്സിന്റെ ഒക്കെ താഴെയുള്ള കുട്ടികൾ, അവരൊക്കെ ഇഹ്റാമിൽ പ്രവേശിപ്പിച്ചാൽ ഇഹ്റാമെ കൊണ്ട് ഹറാമായ കാര്യങ്ങളുണ്ടല്ലോ അത് അവർ ചെയ്യുന്ന നോക്കണം. അത് തടയൽ നിർബന്ധമാണ് ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക്. മുടി നീക്കം ചെയ്യുന്നതും ചുറ്റി തുന്നപ്പെട്ട വസ്ത്രം ധരിക്കുന്നത് ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഇഹ്റാം കൊണ്ട് ഹറാമായ കാര്യങ്ങളൊക്കെ ആ കുട്ടി ചെയ്ത് നോക്കണം, ശ്രദ്ധിക്കണം. അപ്പൊ അതൊക്കെ നോക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ഏറ്റവും നല്ല എന്താണ് അതൊക്കെ ഇതൊക്കെ സൂക്ഷിക്കാൻ സാധിക്കാതെ കിടക്കണമെന്നില്ല. അല്ലെങ്കിൽ നല്ലത് പിന്നെ ചെയ്യിപ്പിക്കുക, കുട്ടികളെ ഇഹ്റാമിൽ പ്രവേശിപ്പിക്കാതിരിക്കുക നല്ലത്. അതുപോലെ തന്നെ തവാഫ് ചെയ്യുമ്പോ പിന്നെ ആ കുട്ടിക്കും ആ കുട്ടിനെ ചുമക്കുന്ന ആൾക്കും കൂടി ഒരു തവാഫ് പോരാ. ആദ്യം ഏതെങ്കിലും ഒന്ന് ആദ്യമാക്കണം. ഒന്നുകിൽ ഇയാളുടെ തവാഫ് ആദ്യം കഴിയുക, അതിനുശേഷം ഈ കുട്ടിയുടെ തവാഫ് ഈ കുട്ടിയെ എടുത്തുകൊണ്ട് ചെയ്യുക. അതല്ലെങ്കിൽ ഈ കുട്ടിയുടെ തവാഫ് ആദ്യം കഴിക്കുക, എന്നിട്ട് പിന്നെ ഇയാള് തവാഫ് വേറെ കഴിക്കുക. ഏതായാലും ചുമക്കുന്ന ആൾക്കും ഈ കുട്ടിക്കും കൂടി ഒരു തവാഫ് പോരാ, രണ്ടും രണ്ട് തന്നെ ആവണം. അതുപോലത്തെ സൈയൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ടാണെന്ന് അർത്ഥം. ഞാൻ ബുദ്ധിമുട്ടൊക്കെ സഹിച്ചുകൊണ്ട് ചെയ്യാൻ തിരക്കടമില്ല. പിന്നെ കുട്ടിയുടെ തവാഫ് ചെയ്യുമ്പോ ഇടഭാഗം അല്ലേ, തവാഫ് ചെയ്യുന്ന ആളുടെ ഇടഭാഗം കിബിലയെ തൊട്ട് തെറ്റാൻ പാടില്ലല്ലേ. അത് കുട്ടിനെ ചുമന്നുകൊണ്ട് ആവുമ്പോ കുട്ടിനെ അങ്ങനെ പിടിക്കണം, അത് വേണ്ടാന്നാ. കുട്ടിനെന്ത് ചെയ്യാ, കുട്ടിയുടെ ഇടഭാഗം കാബിന്റെ ഭാഗത്ത് അക്കിനെ പിടിക്കണം, അത് വേണ്ട. അത് നടക്കുന്ന ആളുടെ പിന്നെ ഇടഭാഗം കാബിന്റെ ഭാഗത്ത് കായാ മതിയെന്ന. വണ്ടിന്റെ വീട് കൊണ്ടുമ്പോ പിന്നെ ഏതായാലും ആവും ചെയ്യുമല്ലോ. അങ്ങനെ അല്ല കുട്ടിയെ ചുമന്നുകൊണ്ടാണെങ്കിലേ അങ്ങനെ വേണമെന്നില്ല എന്നാ. വണ്ടിയിൽ ഉന്തലാണെങ്കിലും ഒക്കെ എന്തായാലും ശരി, ചെറിയ കുട്ടിൻ്റെതാകുമ്പോഴേ അങ്ങനെയല്ല എന്റെ വിഷയം. ഈ ചെറിയ കുട്ടിയെ സ്വഭാവ ചെയ്യിപ്പിക്കുമ്പോ അത് ഇയാളാണ് അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം. അത് ചെയ്യിപ്പിക്കുന്ന ആളാണ് അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം. നീയത്തടക്കം അയാളുടെ. മൊമൈസ അല്ലാത്ത കുട്ടിന്റെ നീയത്തെ, മൊമൈസായ കുട്ടിക്കാണെങ്കിലും നീയത്ത് രക്ഷിതാവ് പറഞ്ഞു കൊടുക്കണം. തറകുട്ടി ഇങ്ങനെ നീയത്ത് വെക്ക്, ലില്ലാഹി തആല എന്നൊക്കെ കുട്ടിനെ കൊണ്ട് പറയിപ്പിക്കാം. മൊമൈസല്ലാത്ത കുട്ടിയാണെങ്കിലോ ഇയാളാണ് നീയത്ത് വെക്കേണ്ടത്. എന്റെ ഈ കുട്ടിയെ ഞാൻ ഉംറയിൽ പ്രവേശിപ്പിക്കുകയും ആ ഉംറ കൊണ്ട് ഞാൻ ഇഹ്റാം ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്ന് ഇയാളാണ് നിയത്ത് വെക്കേണ്ടത്. അപ്പൊ അതാണ് തങ്ങളുടെ വ്യത്യാസം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, തേൻകുപ്പിയിൽ ഉറുമ്പ് പണ്ട് ഒരു ഉറുമ്പ് വിഷയം കൊണ്ട് പറഞ്ഞല്ലേ, എന്റെ ഞാൻ മാറ്റി പറഞ്ഞത്. പിന്നെ ഞാൻ എന്തോ വേറൊരു വിഷയത്തിൽ ഒരു തെറ്റിദ്ധാരണ കുടുങ്ങിയതായിരുന്നു. ഏത് തേന്, അതുപോലെ തന്നെ പാല് അല്ലെ, വെള്ളമല്ലാത്ത മറ്റു ദ്രാവകങ്ങളുണ്ടല്ലോ, ആ ദ്രാവകങ്ങളില് പിന്നെ ശവം വീണ് നിൽക്കുക. ആ ശവം വീണാല് ആ ദ്രാവകം നജസാവുന്നത്. അത് എല്ലാ ശവം വീണാലും നജസാവൂല. പിന്നെ അത് ഒലിക്കുന്ന ചോരയുള്ള സാധനത്തിന്റെ ശവം വീണ് നിൽക്കുന്ന നജസാവും. അതിന്റെ ഉദാഹരണം എലിക്കൊക്കെ എന്തുണ്ട്, ഒലിക്കുന്ന ചോര ഉണ്ട് അല്ലെ, എലിക്കൊക്കെ ഒലിക്കുന്ന ചോര ഉണ്ട്. അപ്പൊ എലി ചത്ത് ഉണ്ടാ, എലി എന്ത് ചെയ്ത് പിന്നെ തേനിലോ അതല്ലെങ്കിൽ മറ്റേ പല്ലിക്ക് ചോരയില്ലാന്ന്, ഒലിക്കുന്ന ചോരയില്ല എന്നാണ് അഭിപ്രായവ്യത്യാസമുള്ള വിഷയമാണ്. പല്ലിനെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്, ഒലിക്കുന്ന ചോരയുള്ള ജീവിപ്പെട്ടതല്ല പല്ലിന്ന്. കാരണം അഭിപ്രായമാണ് പിടിക്കാം. ഏതായാലും ഇതാണ് വിഷയം. ഒലിക്കുന്ന ചോര ഇല്ലാത്ത ജീവിയുടെ ശവം കലീലായ വെള്ളം, 2 കൊല്ലത്തിനേക്കാൾ താഴെയുള്ള വെള്ളത്തിലോ, അതേ 2 കൊല്ലത്തോ ഇനി എത്ര കൊല്ലത്താനും ശരി, അത് പിന്നെ ഈ മറ്റു ദ്രാവകങ്ങളിലോ ആയി നിൽക്കുക. എന്നാൽ അതുകൊണ്ട് വിരോധമില്ല, ആ സാധനം നജസാവുകയില്ല. എപ്പോഴേ നജസാവുള്ളൂ? ആ ശവം കാരണം ആ വെള്ളത്തിന് അതല്ലെങ്കിൽ ആ ദ്രാവകത്തിന് മാറ്റം വന്നു, പകർച്ച സംഭവിച്ചു. എന്നാലേ അതുകൊണ്ട് വിരോധമുള്ളൂ. നേരെ മറിച്ച് ഒലിക്കുന്ന ചോര ഉള്ള വസ്തുവിന്റെ ശവമാണെങ്കിലോ എന്നാ മുലാഖാത്ത് നജാസത്ത് കൊണ്ട് തന്നെ അത് നജസാവുകയും ചെയ്യും. ഒലിക്കുന്ന ചോരയുള്ള പൂച്ചത്ത്, ഒലിക്കുന്ന ചോരയുള്ള ആളല്ലേ എലിയത്ത്, ഒലിക്കുന്ന ചോരയുള്ള അത് 2 കൊല്ലത്തേക്കാൾ താഴെ വെള്ളത്തിലാണ് ഇട്ട് നിൽക്കുന്നത്. ഉടൻ തന്നെ ആ വെള്ളം മുഴുവൻ നജസായി. അതല്ലെങ്കിൽ ഇനി പിന്നെ തൈര്, മോര്, അത് തേന്, അതുപോലെ അങ്ങനെയുള്ള ദ്രാവകങ്ങളൊക്കെ അല്ലെങ്കിൽ കഞ്ഞി ഇതൊക്കെ ഉണ്ടല്ലോ, ചായ, ഇതിലൊക്കെ ആയി നിൽക്കുക. എന്നാല് അതൊക്കെ നജസാവും. ഈ തൈര് ഉണ്ടാക്കണത് അത് കണ്ടിട്ട് ഞങ്ങള് പടച്ചോന് തമിഴ്നാട്ടിലൊക്കെ അല്ലേ
തൈരുണ്ടാക്കണ കണ്ടാലും ഉണ്ടല്ലോ റഹ്മാനായ റബ്ബേ. അത് വളരെ വളരെ വിഷമകരമായ ഒരു വിഷയമാണ്. വലിയ വലിയ ഹൗലുണ്ട്, വലിയ ഹൗല്. ചിലപ്പോൾ ആ ഹൗലിലേക്ക് അവർ ഇറങ്ങിയിട്ട് അണ്ണന്മാരെ ഓരോ ഷെഡിനുള്ളിലൊക്കെ ഉണ്ടാവും തൈര്. അതിലിറങ്ങിയിട്ട് കലക്കാനേ ഉണ്ടായിക്കൂടെ ഇങ്ങനെ നടക്കുക. അതപ്പോ നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ തന്നെ ഉഷാറായിട്ട് കൂട്ടുന്നത് അല്ലേ? വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ആയിക്കോട്ടെ. അപ്പൊ നാടൻ തൈരൊക്കെ ആണെങ്കിൽ കൂട്ടുക. നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന സാധാരണ വീടുകളിലൊക്കെ അല്ലേ പാലെടുത്ത് മോരാക്കിയിട്ട് തൈരാക്കണൊക്കെ ഉണ്ടാവും ചില പെരേരകളിലൊക്കെ. അത് നല്ല വൃത്തിയുള്ളതായിരിക്കും. അതൊക്കെ ഉപയോഗിക്കുക. അങ്ങനെ പുറത്തുനിന്ന് വാങ്ങണത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറയും. എല്ലായിടത്തും ഇങ്ങനെയാണെന്നല്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളും ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ അത് വേറെ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഗൾഫിലൊക്കെ ഉണ്ട് അതില് നല്ല ഇവിടെ കണ്ട് തൈര്. അതൊക്കെ വളരെ വൃത്തിയുള്ള ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഇളക്കി കറക്കും. ഒക്കെ നല്ല വൃത്തിയുള്ള നല്ല പാത്രത്തിൽ വെച്ച് മിഷനറി സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് കറക്കുന്ന അല്ലേ. അൽമറായി ആവട്ടെ ദീതാക തൈരാവട്ടെ ഒക്കെ വളരെ വൃത്തിയിൽ ഉണ്ടാക്കുന്നതാണ്. എന്നാൽ തമിഴ്നാട് ഭാഗം എന്നൊക്കെ പറഞ്ഞ ചില തൈരുകളെ കുറിച്ച് ഇങ്ങനെ കേൾക്കുകയും പിന്നെ ടെലിവിഷനിലേക്ക് ഒരിക്കൽ എന്തോ ഒരു കണ്ടം ഇങ്ങനത്തെ അല്ല എന്ന് കൃത്യമായിട്ട് പറയാൻ വയ്യ, എന്തൊക്കെ കണ്ടമായി തോന്നുന്നുണ്ട്. അപ്പൊ തേൻകുപ്പിയിൽ ഉറുമ്പ് വീണാൽ വിടാറില്ല. തേൻകുപ്പിയിലെ ഉറുമ്പല്ല, ഈ ഉറുമ്പ് ഈച്ച പോലത്തൊക്കെ വീണാല് തേൻകുപ്പി ആ തേൻ നൈസാവുന്നില്ല. പിന്നെ നൈസാണ് എന്ത് വേണം? കൂടുതൽ ഉറുമ്പ് വീണു അല്ലെങ്കിൽ കൂടുതൽ പിന്നെ ഈച്ച വീണ് ചത്തിട്ട് എന്നിട്ട് ആ തേനിന്റെ രുചി അല്ലാത്ത രുചിയെ നമ്മൾ സംഭവിച്ചിരുന്നു. മാറ്റം വന്നിട്ടുണ്ട്. നിൽക്കാൻ നല്ല നൈസാവും, അതേ നൈസാവില്ലാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. വേറെ സ്ത്രീധനം വാങ്ങൽ ഹറാമാണോ? സ്ത്രീധനം വാങ്ങൽ ഹറാമാണെന്ന് പറയാൻ പറ്റൂല. ഹറാമാണെന്ന് പറയണമെങ്കിലേ നിങ്ങൾ സ്ത്രീധനം വാങ്ങരുത്, അത് നെസ് വേണം അല്ലേ? ഖുർആനിലോ ഹദീസിലോ അല്ലെങ്കിൽ സലഫു സാലിഹ്യങ്ങള് പൂർവികരായ ഇമാനുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഭാര്യ വീട്ടുകാരുടെ അടുക്കൽ ഒന്നും വാങ്ങരുത് എന്നൊരു മനഃണ്ടായിരുന്നു. നെസ് കൊണ്ട് വെക്കുക, എന്നാലും ഹറാമെന്ന് പറയാം. അല്ലാതെ ഹറാമെന്ന് പറയാൻ പറ്റൂല്ലോ. പിന്നെ അതുകൊണ്ടാണ് ഒരു അന്തല്ലേ, ഒരു ആൺകുട്ടികൾക്ക് പറഞ്ഞതല്ല അങ്ങനെ, അതിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്, അങ്ങനെ നമ്മൾ പറയാം. ഒരു പെണ്ണ് ഒരാൾക്ക് പുരുഷന് പെണ്ണ് കിട്ടണമെങ്കിലോ ആണായിരിക്കണം. അവൻ എന്ത് ചെയ്യുക? ആ പെണ്ണിന് സ്ത്രീ പിന്നെ മഹർ കൊടുക്കുക, അവൻ അവൾക്ക് വസ്ത്രം ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് താമസിക്കേണ്ടുന്ന വീട് ഉള്ള സൗകര്യം അവൻ ചെയ്തു കൊടുക്കുക. അതൊക്കെ അല്ലേ ആൺകുട്ടികൾ എന്ന് പറഞ്ഞത്. എനിക്ക് ആന്ധ്രം എന്ന് പറയാം. ഇതൊക്കെ ഒരു മോശപ്പെട്ട ഒരുപാട് അത് ഹൈന്ദവ സംസ്കാരം എന്നൊക്കെ അതിനെ കുറിച്ച് പറയാം. കാഫിരിങ്ങളുടെ നമ്മുടെ നാട്ടില് ഹിന്ദുക്കളിലെ ഹിന്ദുമതത്തില് ഈ പെണ്ണുങ്ങൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല. പെണ്ണുങ്ങൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല. അച്ഛൻ മരിച്ചാല് അമ്മ മരിച്ചാൽ അമ്മക്ക് സ്വത്ത് ഉണ്ടാവില്ലല്ലേ. അച്ഛൻ പെണ്ണുങ്ങൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരാൾ മരിച്ചാൽ അയാൾ ആൺകുട്ടികൾക്ക് മാത്രമേ സ്വത്ത് ഉണ്ടായിരുന്നു, പെൺകുട്ടികൾക്ക് സ്വത്ത് ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ആ കുട്ടികളെ പെൺകുട്ടികളെ കെട്ടിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കും അച്ഛൻ. അവർക്ക് ഞാൻ മരിച്ച സ്വത്ത് കിട്ടുമല്ലോ, അപ്പൊ അതുകൊണ്ട് എന്റെ കുട്ടിക്ക് എന്തെങ്കിലും ഈ കെട്ടിച്ചിട്ട് അവളെ കെട്ടിച്ച് പറഞ്ഞേക്കുമ്പോൾ എന്തെങ്കിലും കുറച്ച് കൊടുക്കും. അപ്പൊ അങ്ങനെ അത് അവര് പതിവാക്കി. പക്ഷെ ആ പതിവ് അവരെക്കാളും അപ്പുറം നമ്മൾ പ്രാവർത്തികമാക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ അടുക്കൽ നിന്നൊരു ആചാരമാണ് അത്. അതിന് ഒഴിവാണ് നമ്മൾ. അൽഹംദുലില്ലാ ഇപ്പൊ നല്ലൊരു ശതമാനം ആളുകൾ അതിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. എന്ന് മാത്രം നമ്മുടെ ഹക്കീം ഫൈസി ഉണ്ടല്ലോ, ആദർശ ഹക്കീം ഫൈസി ശിഷ്യന്മാരൊക്കെ സ്ത്രീധനം വാങ്ങൂലെന്ന് മാത്രമല്ല, സ്ത്രീധനം വാങ്ങുന്നത് കല്യാണത്തിന് എല്ലാ സ്ഥലത്തല്ല അവരുടെ വാസികരായ ആളുകൾ ആരെയും സ്ത്രീധനം വാങ്ങുകയാണെങ്കിൽ വല്ല കല്യാണത്തിന് പങ്കെടുക്കൂല എന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ അപ്പൊ നല്ലൊരു അവസ്ഥയിലേക്ക് വരണുണ്ട് ഇപ്പൊ. അൽഹംദുലില്ലാ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഇന്ന് ഏറെ പ്രചാരത്തിലുള്ള ആയുർവേദം, അതായത് ആര്യവൈദ്യശാസ്ത്രം, അതിന്റെ അടിസ്ഥാന നിയമങ്ങൾ ബ്രഹ്മാവിൽ നിന്ന് ധന്വന്തരിക്കു ലഭിച്ചതാണെന്നാണല്ലോ വിശ്വാസം. അതായത് ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ടത്. ആ നിലക്ക് നമുക്കത് അനുവദനീയമാണ്. ആ വിശ്വാസം നമുക്ക് ചേർന്നാൽ മതി അല്ലേ? ഒരു പരശുരാമൻ മഴ വന്നിട്ടാണ് കേരളം ഉണ്ടായത്. അപ്പൊ കേരളത്തിൽ താമസിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറ്റും. അപ്പൊ നമുക്ക്
നമുക്ക് മത്സരാമല്ലേ കയറുണ്ടായിക്കണത്. അത് ആ വിശ്വാസം നുണവിശ്വാസമാണ്. അതുപോലെ തന്നെ ബ്രഹ്മാവ് ഇങ്ങനെ ആ വിശ്വാസം നമുക്കില്ല അല്ലെ. ആ ഔഷധങ്ങൾ ആ അരിയെന്ന് പറഞ്ഞ ഇതാണല്ലോ, അത് കുറെ ഇപ്പൊ കുറുന്തോട്ടി അങ്ങനത്തെ കുറെ ഇലകള്, ആ ഇലകളിലൊക്കെ എന്ത് ചെയ്തു, പരീക്ഷണം നടത്തി. പൂർവികരായ ആളുകൾ അതിനെ കുറിച്ച് പരീക്ഷണം നടത്തിയപ്പോൾ അവർക്ക് എന്ത് ചെയ്തു, അത് പല ഇലകളും കൂട്ടി അത് ഇടിച്ചു പിഴിഞ്ഞ് അതിനെ അങ്ങോട്ടും കൊണ്ടൊക്കെ ചേർത്ത് അതുകൊണ്ടൊരു മരുന്നുണ്ടാക്കി പല ആളുകളും പരിശോധിച്ച് നോക്കി. ആ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ വളരെയധികം ഫലം കണ്ടു. അപ്പോൾ അത് ആ രോഗത്തിന് അത് ഉത്തമമായ ഔഷധമാണെന്ന് മനസ്സിലാക്കി. അത് കണ്ടുപിടിച്ചത് ആരാണ്? അപ്പൊ ആര്യന്മാരാണ് ആദ്യം കണ്ടുപിടിച്ചതൊക്കെ. അത് അന്ന് മേൽക്കോയ്മ ഇന്ത്യയിലെ ആര്യന്മാർക്കായിരുന്നു. ദ്രാവിഡന്മാരെ അടിച്ചമർത്തിയില്ല. ഇറാനിൽ നിന്ന് 4000 വർഷങ്ങൾക്കപ്പുറം ആര്യന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തു. എന്നിട്ട് എന്ത് ചെയ്ത്, ആ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ദ്രാവിഡന്മാരെന്ത് ചെയ്തു, അവരെ ആട്ടിപ്പയച്ച്. എന്നിട്ട് അവരാണ് ഇപ്പൊ ആദിവാസികളൊക്കെ എന്നൊക്കെ പറഞ്ഞത്. ഈ ബ്രാഹ്മണന്മാരുടെ ഈ ആര്യന്മാരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ മലകളിലും കാടുകളിലൊക്കെ പോയി താമസിക്കുന്ന കൂട്ടരാണ്. അപ്പൊ അവരാണല്ലോ ഇന്ത്യത്തെ ഏറ്റവും പ്രമാണിമാർ അവരാണ്. അപ്പൊ കണ്ടുപിടുത്തക്കാരൊക്കെ അവരായിരിക്കുമല്ലോ. അപ്പൊ അവർ കണ്ടുപിടിച്ചു. അതിന്റെ പേരാണ് ആര്യവൈദ്യം എന്ന് പറഞ്ഞത്. അതല്ലാതെ പക്ഷെ അവർക്ക് വേറെ എന്തെങ്കിലും വിശ്വാസം ഉണ്ട്. ആ വിശ്വാസം നമുക്കില്ല, ഞാൻ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ആ വിശ്വാസം നമുക്ക് പറ്റൂല എന്ന്. ആ ചികിത്സ നമുക്ക് നടത്താം. ഞാൻ ബുധനാഴ്ച ഉംറയ്ക്ക് പോവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് മുടി കൊഴിച്ചിലുണ്ട്. ഇഹ്റാം ചെയ്ത് കൊഴിഞ്ഞാൽ മുടി കൊഴിയുന്നത് ഉംറയ്ക്ക് ബുദ്ധിമുട്ടാകുമോ? മുടി കൊഴിഞ്ഞോണ്ട് ബുദ്ധിമുട്ട്, നിങ്ങൾ കൊഴിക്കാനാ മതി. നിങ്ങൾക്ക് മുടി കൊഴിച്ചിലായ രോഗമുണ്ട്, ആ മുടി വെറുതെ കൊഴിയാൻ നിൽക്കുക. അതുകൊണ്ട് ഇതൊന്നുമില്ല. ഇഹ്റാം ചെയ്തതിനു ശേഷം നിങ്ങളുടെ പ്രവർത്തനം കാരണം നിങ്ങളുടെ മുടി കൊഴിയരുത് എന്ന്, അത്രേ ഉള്ളൂ. നിങ്ങളുടെ വസ്ത്രത്തിലൊക്കെ മുടി കണ്ടു നിൽക്കുക. അതുകൊണ്ട് നിങ്ങൾ കുറ്റക്കാരനുമല്ല, അതിന് നിങ്ങൾക്ക് നീയും കൊടുക്കണ്ട. പിന്നെ ആ മുടി കൊഴിഞ്ഞ നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് ഫിദിയ കൊടുക്കണം. അതിന് ഫിദിയ കൊടുക്കൊന്നും വേണ്ട. നിസ്കാര കുപ്പായത്തിൽ കൂറ ചത്ത് കാണുന്നതോ അപ്പോ അത് നജസാവില്ല എന്നല്ലേ തോന്നുന്നത്? അതെ, നിസ്കാര കുപ്പായത്തിൽ കൂറ ചത്ത് നജസാവുന്നില്ല. ആ ചത്ത കൂറയുമായി നിസ്കരിക്കരുത്, അത്രേ ഉള്ളൂ. നിസ്കാര കുപ്പായത്തിലേ കൂറ ചത്ത് നിൽക്കുക. അത് ചത്ത കൂറിനാണ്ട് കുടഞ്ഞ് കളയണം. എന്നിട്ട് ആ നിസ്കാര കുപ്പായത്തിലാണ് നിസ്കരിക്കുക. പിന്നെ നിസ്കാര കുപ്പായം കഴുകൊന്നും വേണ്ട. പക്ഷെ ആ ചത്ത കൂറയെയും ചുമന്നുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. പിന്നെ മൂട്ട, ചോര, മൂട്ട, കൂറ എന്നിവയൊക്കെ ചോര ആയാൽ നജസാവുമാണ്. ചോരന്റെ വിഷയമല്ല, അതൊക്കെ പിന്നെ അതിന് ചോരനെ തൊട്ട് അഫുണ്ടെന്നല്ലേ ഈ പറഞ്ഞത്. പിന്നെയോ കലീലായ വെള്ളം, 2 കുലത്തിനേക്കാൾ താഴെയുള്ള വെള്ളത്തിൽ അല്ലെങ്കിൽ മായിയായ ദ്രാവകമായ സാധനത്തിൽ ഈ ഒലിക്കുന്ന ചോരയില്ലാത്ത വസ്തുവിന്റെ ശവം വീണാൽ അത് നജസാവുകയില്ല. അതാണ് പറഞ്ഞത്, അല്ല ചോരനെ കുറിച്ചല്ല പറഞ്ഞത്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, കാലിന്റെയും ചെറുവിരലുകൾക്ക് ഇടയിൽ മുറിവാണ്. ഒരുപാട് മരുന്നുകൾ ഉപയോഗിച്ചിട്ടും മാറുന്നില്ല. ഉസ്താദ് ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹലായ ഫളൽ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും നിങ്ങളുടെ അസുഖം പൂർണ്ണമായി ശിഫയാക്കി തരട്ടെ. ആ രോഗം അല്ലാഹു തആല എത്രയും വേഗം മാറ്റി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകട്ടെ, സുഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അതിനിടെ കൂടെ ഒരു കാര്യം ഓർമ്മ വന്ന് പറയാൻ, നമ്മുടെ ഒരു സ്നേഹിതൻ, നമ്മൾ പല പ്രാവശ്യം വേറെന്താണ് 1, 2, 3 പല പ്രാവശ്യം നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. റാസുൽ ഖൈമയിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്, ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന് ഇപ്പോ ശരിക്കും ചുവട് കേൾക്കാത്ത ഒരു അസുഖമുണ്ട്. നിലവിനേറ്റം മുമ്പ് അറിഞ്ഞല്ലോ ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് ദുആ ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് എത്രയും വേഗം പൂർണ്ണ ശിഫ നൽകട്ടെ. കേൾവി ശക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല പൂർവാവസ്ഥയിലേക്ക് കൊണ്ടുവരട്ടെ. ആ രോഗമൊക്കെ അല്ലാഹു തആല മാറ്റിക്കൊടുത്ത് പൂർവാവസ്ഥയിലേക്ക് അല്ലാഹു തആല കൊണ്ടുവരട്ടെ. നല്ല കേൾവി ശക്തിയും കാഴ്ച ശക്തിയും എല്ലാം അല്ലാഹു നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആലുവ ത്വരീഖത്ത് ശരിയാണോ? പടച്ചോനെ,
ആകെ ഇവിടെ ചർച്ച ആലുവ തരീഖത്തിനെ കുറിച്ചാണല്ലേ. ആലുവ തരീഖത്ത് ശരിയല്ല. തരീഖത്ത് സ്വീകരിക്കാത്തവർ മുസ്ലിമായി മരിക്കുകയില്ല എന്ന് പലരും പറയുന്നു. ശരിയാണോ? അത് ശരിയല്ല. ഒരാൾ മുസ്ലിമായി മരിക്കണം തരീഖത്ത് സ്വീകരിക്കണം എന്നൊന്നും ഇല്ല. തരീഖത്ത് സ്വീകരിച്ച ആളുകളെ സ്വീകരിക്കാൻ പറയാൻ പറ്റില്ല അല്ലേ? ഏതായാലും ആലുവ തരീഖത്ത് സ്വീകരിക്കാത്ത ധാരാളം ആളുകൾ മുസ്ലിമായിട്ടും മുഅ്മിനായിട്ടൊക്കെ തന്നെ ശരിക്കും മരിച്ചുപോയത് നമുക്ക് ധാരാളം അല്ലേ. ബഹുമാനപ്പെട്ട കെ ടി ഉസ്താദ് കെ ടി മാനൂസിലെ ആലുവ തരീഖത്തിന് അങ്ങേറ്റം എതിർത്തുന്ന ആളാണ്. അങ്ങേറ്റം, ചെറിയ ആൾക്കൊന്നല്ല, അങ്ങേറ്റം പിന്നെ എതിർത്തുന്ന ആളാണ് അദ്ദേഹം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 3-4 പ്രാവശ്യം ഉറക്കെ അത് പറഞ്ഞുകൊണ്ടാണ് മരിച്ചത്. എല്ലാവരുടെ സംശയാലുക്കളുടെയും സംശയം തീർത്തുകൊണ്ട് അല്ലേ, എല്ലാവരും എതിരാളികളുടെയും എതിർപ്പും എല്ലാവരും സംശയാലുക്കളുടെയും സംശയവും തീർത്തുകൊണ്ടാണ് അദ്ദേഹം കണ്ട് വഫാത്തായത്. എന്താണ്ട് അപ്പൊ ആലുവ തരീഖത്ത് സ്വീകരിക്കാത്ത ആളുകൾക്ക് പിന്നെ ഈമാൻ വീട്ടിലെന്ന് പറഞ്ഞാൽ ശരിയല്ല. അവിടെ തെളിവ് അതിന് നിങ്ങളെ ആ വാദത്തിന് നേരെ എതിരാണ് തെളിവുള്ളത്. ഇവിടെ അനുഭവമാണ് വലിയ തെളിവില്ലേ. ഏറ്റവും വലിയ ഗുരുനാഥൻ അനുഭവമല്ലേ. അനുഭവം അങ്ങനെയുള്ളത്. പിന്നെന്താണ്? അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഉംറക്ക് അറവ് വേണമോ? ഉംറക്ക് അറവ് വേണം നിർബന്ധമില്ല. അങ്ങനൊന്നുമില്ല. ഒരാൾ ഉംറ ചെയ്തിട്ടുള്ളൂ, എന്നിട്ട് ആൾക്കതിൽ കുഴപ്പമുണ്ടായിട്ടും ഒന്നുമില്ല നിൽക്കുക, എന്നാൽ ആൾക്ക് അറവ് നിർബന്ധമില്ല. അതേസമയത്ത് പിന്നെ അറവ് നിർബന്ധമാവേണ്ടുന്ന പണിയാളെടുത്തുന്ന ഉദാരം പിന്നെ മീഖാത്തിന് ഇഹ്റാം ചെയ്യില്ല, അങ്ങനെയൊക്കെയുള്ള പണി ഉണ്ടല്ലോ അല്ലേ. അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാ അറവ് നിർബന്ധമാകും എന്നല്ലാതെ മീഖാത്തിനാണ് അദ്ദേഹം എവിടുന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത് അവിടുന്ന് തന്നെയാണ് അദ്ദേഹം ഇഹ്റാം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഉംറയിൽ വേറെ തകരാറൊന്നും അടുത്ത് സംഭവിച്ചിട്ടില്ല. എന്നാ പിന്നെ അറവ് നിർബന്ധമില്ല. ഉസ്താദെ, ഭാര്യയ്ക്ക് 5 വർഷം മുമ്പ് ഒരു ഓപ്പറേഷൻ ചെയ്തിരുന്നു. ശേഷം സുജൂദ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായ കാരണം ഇരുന്നായിരുന്നു നിസ്കരിച്ചിരുന്നത്. എന്നാൽ നിൽക്കാൻ കഴിവുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിസ്കരിക്കാൻ ബുദ്ധിമുട്ടില്ല. എന്നാൽ നിൽക്കാൻ കഴിവുണ്ടായിരിക്കെ ഇരുന്ന് നിസ്കരിച്ചത് സഹിയാകുമോ? എത്ര മാസങ്ങൾ ഇരുന്ന് നിസ്കരിച്ചു അത് ഇന്ന് കൃത്യമായി അറിയില്ല. ആ നിസ്കാരങ്ങൾ മടക്കി നിസ്കരിക്കണോ? വേണമെങ്കിൽ എത്ര നിസ്കരിക്കേണ്ടി വരും? പഠിച്ചോനെ, ഇത് വലിയത്ര വിഷയം തന്നെയാണ്. നിൽക്കാൻ കഴിയുന്നവൻ ഫർനിസ്കാരത്തിലെ നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ നിർബന്ധമാണ്. നിൽക്കാൻ കഴിവുള്ളതിനോട് കൂടി നിൽക്കേണ്ടുന്ന സമയത്ത് നിൽക്കാതെ നിസ്കരിച്ചിരിക്കുന്നു എങ്കിൽ ഫർനിസ്കാരം സഹിയാവുകയില്ല. മസല ചോദിച്ചാൽ നമുക്ക് അങ്ങനെ അതിന്റെ മറുപടി അതാണ്. ഭാര്യയ്ക്ക് ഫർനിസ്കാരത്തിൽ നിൽക്കാൻ കഴിവുള്ളവളായിരുന്നു. ആ കഴിവുള്ളതിനോട് കൂടിയാണ് നിൽക്കാതെ ഇരുന്ന് നിസ്കരിച്ചത് എങ്കിൽ ആ നിസ്കാരം ഒന്നും സഹീഹല്ല. അപ്പൊ അത് എത്ര നിസ്കരിച്ചത് അതൊക്കെ മടക്കി നിസ്കരിക്കുകയും വേണം. ഇപ്പാണ് കാര്യം അറിഞ്ഞു നിൽക്കുക. അതൊക്കെ എന്ത് ചെയ്യണം? മടക്കി നിസ്കരിക്കണം. എത്ര അപ്പൊ നിങ്ങൾക്കല്ല അറിയുള്ളൂ അല്ലേ. ഞാൻ അപ്പൊ ഏകദേശം കണക്ക് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ മനസ്സിന് തൃപ്തി വരുന്നവരേക്കും നിങ്ങൾ അത് പിന്നെ നിസ്കരിച്ചു കൂട്ടുക. അതന്നെ. അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, സ്വാലിഹായ സന്താനം ഉണ്ടാകാൻ പ്രത്യേകം ദുആ ചെയ്യണം. 4 വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട്. 4 വർഷം കഴിഞ്ഞിട്ടൊന്നും ബേജാറായിട്ടൊന്നുമില്ല. എന്നാലും പെൺകുട്ടികൾക്കൊരു പേടിയാണല്ലേ, ഒരു ബേജാറാണ് പെൺകുട്ടികൾക്ക്. പെൺകുട്ടികൾക്ക് ബേജാറാ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടാ ചൂടിനൊക്കെ നല്ല കേൾവിയൊക്കെ ചെയ്യാവാണ്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ സ്വീകരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർവ്വ അവസ്ഥയിലേക്ക് കൊണ്ടുവരട്ടെ. ആമീൻ. പിന്നെ അപ്പൊ എന്തായാലും 4 വർഷമായി പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞാലേ അതിന്റെ പേടിയാണ്. ഒരു കൊല്ലം 1.5 കൊല്ലം 2 കൊല്ലം കണ്ടതായിട്ടും കുട്ടികൾ ഉണ്ടാവുന്നില്ലെങ്കിൽ ഒരു പേടിയാണ് അവർക്ക്. പഠിച്ചാൻ എന്താകും അങ്ങനെ. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുട്ടിക്ക് 4 വർഷമായി എന്ന് പറഞ്ഞാൽ അവൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ സ്വാലിഹായ സന്താനത്തെ എത്ര വേഗം പ്രദാനം ചെയ്യട്ടെ.
സ്വാലിഹീങ്ങളായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അള്ളാഹു നൽകി സന്തോഷിപ്പിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും മറ്റ് എല്ലാ നബിമാരുടെയും എല്ലാ ഔലിയാക്കളുടെയും എല്ലാ ശുഹദാഇന്റെയും സിദ്ദീഖീങ്ങളുടെയും ജിന്നിലും ഇൻസിലും പെട്ട സ്വാലിഹീങ്ങളുടെയും ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വാലിഹീങ്ങളായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നൽകുകയും അവരുടെ സന്താനങ്ങൾ കൊണ്ട് അല്ലാഹു തആല കുടുംബത്തിനും ഈ ദീനിനും മുസ്ലിം ഉമ്മത്തിനും വലിയ ഉപകാരം നൽകുകയും ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഇൻഷാ അല്ലാഹ് ശരിയായിക്കോളും. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. എന്റെ എളാപ്പ തീരെ സുഖമില്ല, ഐസിയുവിലാണ്. ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദായ ഫദ്ല് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ബർക്കത്ത് കൊണ്ടും എളാപ്പാക്ക് പൂർണ്ണ ശിഫ നൽകട്ടെ. അല്ലാഹു സിഹത്തും ആഫിയത്തും അല്ലാഹുവിന്റെ ത്വാഅത്തിലേക്കും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ഹനീഫ്, മറ്റേ അദ്ദേഹം ഇന്നലെ അദ്ദേഹം ഫോൺ ചെയ്തിരുന്നു. ഇന്നലെ ഞാൻ വൈക്കത്ത് PM മറുപടി പറയാ പരിപാടി ഇന്നലെ ഉണ്ടായിട്ടില്ല അല്ലെ, ഇന്നലെ ഉണ്ടായിട്ടില്ല. അപ്പൊ അദ്ദേഹം വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് പെൺകുട്ടിക്ക് സുഖമില്ല, ആശുപത്രിയിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹനീഫനെ അറിയാലോ, അല്ലയിലാണ് അദ്ദേഹം. നമ്മൾ എപ്പോഴും ബന്ധപ്പെട്ട ഒരാളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിന്റെ മഹദായ ഫദ്ല് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും ആ കുട്ടിക്ക് അള്ളാഹു പൂർണ്ണ ശിഫ നൽകട്ടെ. സിഹത്തും ആഫിയത്തും അള്ളാഹുവിന്റെ ത്വാഅത്തിലായിക്കൊണ്ട് ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു വിഷമകരമായ രോഗം നൽകിക്കൊണ്ട് പരീക്ഷിക്കാതിരിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. എന്റെ ഭാര്യയുടെ പിരടിന്മേൽ കൂടെ ചക്ക വീണിരുന്നു 4 വർഷം മുമ്പ്. അന്ന് ഡോക്ടർ 4 ദിവസത്തെ മരുന്ന് തന്നിരുന്നു. ഇപ്പോഴും വേദന ഉണ്ട്. ശിഫ ആകാൻ ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹദായ ഫദ്ല് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും അവർക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. സിഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു വിഷമകരമായ അവസ്ഥയെന്നൊക്കെ രക്ഷപ്പെടുത്തി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് വ അലിഹി വസല്ലം അജ്മഈൻ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, എന്റെ സുഹൃത്തിന്റെ മകളുടെ വിവാഹം ശരിയായിട്ടുണ്ട്. എല്ലാം ഭംഗിയായി നടക്കുവാൻ ക്ലാസ് റൂമിൽ ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യമൊക്കെ വളരെ ഭംഗിയാക്കി കൊടുക്കട്ടെ. അല്ലാഹു തആല ഒരു സുഹൃത്തിന്റെ മകളുടെ കല്യാണം ഭംഗിയാവാൻ വേണ്ടി വേറെ സുഹൃത്ത് അല്ലെ പറയുമ്പോ അത് അവർ തമ്മിലുള്ള ബന്ധമുള്ളത് അല്ലെ, അത് ബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബന്ധമുണ്ടല്ലോ, ആ സുഹൃത്ത് ബന്ധം അത് അള്ളാഹുവിന് തൃപ്തിപ്പെട്ട ബന്ധമാക്കട്ടെ അല്ലാഹു തആല. അങ്ങനെ അള്ളാഹുവിന്റെ ത്വാഅത്തില് അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാണ് എങ്കിൽ അത് കാരണം അർശിന്റെ മേൽ സമ്പാദിക്കാൻ സാധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും അള്ളാഹു അർശിന്റെ നിഴൽ പ്രദാനം ചെയ്യട്ടെ. ആ കുട്ടിയുടെ കല്യാണക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഭംഗിയാക്കി കൊടുക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഉംറ ചെയ്യുമ്പോൾ അവരുടെ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യാം. വേണ്ട, അവരുടെ മീഖാത്തിൽ നിന്ന് വേണ്ട. ആരാണോ ഇഹ്റാം ചെയ്യുന്നത് അയാളുടെ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്താൽ മതി. ആരാണോ ഇഹ്റാം ചെയ്യുന്നത് അവരുടെ മീഖാത്തിൽ നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത്, അതല്ലാതെ മരിച്ചുപോയ ആളുടെ മീഖാത്തിൽ നിന്ന് അല്ല. എന്ന് മാത്രമല്ല, ഇനിയിപ്പോ നമ്മളിപ്പോ സാധാരണ അല്ലേ എങ്ങനെയുണ്ടല്ലോ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഇമാറാത്തിയുള്ള ഒരാളാണ് ഇന്ത്യയിലുള്ള ഒരാളുടെ മരിച്ചുപോയ വാപ്പാക്ക് വേണ്ടി ഉംറ ചെയ്യണത്. അപ്പൊ ഇന്ത്യയിലത്തെ വാപ്പാന്റെ മീഖാത്ത് ഏതാ? ഇന്ത്യക്കാരുടെ മീഖാത്ത് ഏതാണ്? യലംലമാണ് അല്ലെ, യലംലമാണ്. അപ്പൊ നീ ഇമാറാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്താൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൂർഫലിസ DC ഏതാണ്? ഉസ്താദ് ആയത്തിലുണ്ട്. ഇമാറാത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ളൂ, അവിടെ എത്തിയിട്ടുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോ ചോദ്യം എന്താണല്ലേ, ഞാൻ അതിന്റെ ഇടയിൽ ചെറിയ ഒരു മിനിറ്റ് കുറച്ച് നേരമുള്ളൂ അല്ലേ, ഒരു വേറെ
പിന്നെ മരണപ്പെട്ട ആൾക്ക് വേണ്ടി ഉംറ ചെയ്യുമ്പോൾ ആ മരിച്ച ആളുടെ മീഖാത്തിൽ നിന്ന് പിന്നെ ഉംറ ചെയ്യണോ? വേണ്ട. പിന്നെയോ ആരാണോ ഉംറ ചെയ്യുന്നത് അയാളുടെ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്താൽ മതി. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള ഇന്ത്യക്കാരനായ വാപ്പ മരിച്ചു, ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം മരിച്ച് അയാളുടെ മകൻ ഇമാറാത്തിലുള്ളത്. അപ്പൊ ആ ഇന്ത്യയിൽ മരിച്ചുപോയ വാപ്പാക്ക് വേണ്ടി ഇമാറാത്തിലുള്ള മകൻ പിന്നെ ഉംറക്ക് പോവാനില്ലേ ഇന്ത്യക്കാരുടെ മീഖാത്തായ ലംലമിലേക്ക് പോണ്ട, പിന്നെയോ ഇമാറാത്തുകാരുടെ മീഖാത്തായ പിന്നെ കർണൂൽ മനാസിൽ നിന്ന് ഇഹ്റാം ചെയ്താൽ മതിയെന്ന്. അതാ മാത്രല്ല ചിലപ്പോ അങ്ങനെ ഉണ്ടാവില്ലല്ലേ, നമ്മളെന്തത് പറഞ്ഞ് മകന് ഇമാറാത്തിന് ഉംറക്ക് പോയി, ഉംറക്ക് പോയിട്ടുണ്ട്, പോണ സമയത്ത് മകൻ ഒരു ഉംറ ഇഹ്റാം ചെയ്ത് ഇമാറാത്തിന്റെ മീഖാത്തിൽ നിന്ന്, അതായത് കർണൂൽ മനാസിൽ നിന്ന് ഒരു ഉംറ ഇഹ്റാം ചെയ്താൽ ഉംറ നിർവഹിച്ചു കഴിഞ്ഞു. എന്നിട്ട് അഞ്ഞ് വാപ്പാക്ക് ഉംറ ചെയ്യണത് നിൽക്കുക, മരിച്ചുപോയ വാപ്പാക്ക് ഉംറ ചെയ്യണത്. എന്നാ പിന്നെ ഇനി കർണൂൽ മനാസിലേക്ക് മടങ്ങണം? വേണ്ട. ഇലമിലേക്ക് മടങ്ങണം? അതും വേണ്ട. പിന്നെ ഇവിടെ പോയാൽ മതി, ഹില്ലിൽ പോയാൽ മതി. മക്കാര് ഉംറ ചെയ്യണമെങ്കിൽ മക്കയുടെ പുറത്തുള്ള സ്ഥലത്ത് പോയാൽ മതി, ഹില്ലില്. തൻഈമിലോ ജയറാനത്തിലോ എവിടെയെങ്കിലും പോയിട്ട് മരിച്ചുപോയ വാപ്പാക്ക് വേണ്ടി ഉംറക്ക് ഇഹ്റാം ചെയ്യാവുന്നതാണ്. പിന്നെ അറിയാത്ത ആള് ചോദിച്ചോന്നല്ല കേട്ടാ, ചോദിച്ചാല് അറിയാത്ത ആളല്ല, മുപ്പത് വേറെ ആളുകളൊക്കെ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചിലരുണ്ടാവില്ല അങ്ങനെ. അപ്പോ അങ്ങനെ പിന്നെ PM ചെയ്തതാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഏതൊരു വിവാദം ആണ് പറ്റുമെങ്കിൽ, ഇതൊരു വിവാദമാണ്, പറ്റുമെങ്കിൽ മറുപടി പറഞ്ഞാൽ മതി. ഷിയാക്കൾക്ക് സലാം പറയാൻ പറ്റുമോ? ഷിയാക്കൾക്ക് സലാം, ഷിയാക്കൾ മുബത്തദീയങ്ങളാണ്. മുബത്തദീയങ്ങൾക്ക് സലാം ചെല്ലുന്ന ഇന്ത്യനെ ഉള്ളത്. ഷിയാക്കൾ മുബത്തദീയങ്ങളാണ്, കാഫിരീങ്ങളല്ല എന്നാണ് നമ്മൾ മൊത്തത്തിൽ പറയാം. സംഗതി ഷിയാക്കളുടെ വരെ ചില പ്രസംഗം കേട്ടില്ലേ പടച്ചറപ്പൊക്കെ യൂട്യൂബിലൊക്കെ ഞാൻ നോക്കുന്നുണ്ട് ചില ഷിയാക്കളുടെ പ്രസംഗം. റഹ്മാൻ റബ്ബെ, നാളെ ഒരു ചങ്ങായി ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു വലിയ താടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറയാൻ ആയിഷ ബീവിന്റെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞതോ. ഇപ്പൊ പുതിയ ഇതൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഒരു അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അവരെ മാത്രം തകർത്തിയാൽ പോരാ, ആയിഷയാണ് തകർക്കേണ്ടത്. ആയിഷയെയാണ് തകർക്കേണ്ടത്. കാരണം ഇവരെ തകർത്തിട്ട് ആയിഷ ജീവിക്കുകയാണെങ്കിൽ വീണ്ടും ഈ ആയിഷയത്തുണ്ടല്ലോ അതുപോലേക്ക് തിരിച്ചു വരും. അപ്പൊ ഉമ്മുൽ മുഅ്മിനീനെ അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും തൃപ്തിപ്പെട്ട അല്ലെ വിശുദ്ധ ഖുർആൻ നിരപരാധിത്വം തെളിയിച്ച സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളായ ആയിഷ റളിയല്ലാഹു അൻഹയെ ഈ നേരക്കൊക്കെ ആക്ഷേപിച്ചത് എങ്ങനെയാണ് രക്ഷപ്പെടുക? റഹ്മാനായ റബ്ബേ. പക്ഷെ അതിന്റെ പേരിൽ നമ്മുടെ പൂർവികരായ സലഫ് സാലിഹ്യങ്ങൾ അഖീദത്തിന്റെ കിതാബുകൾ ഒക്കെ അതിലൊന്നും അവരെ കുറിച്ച് കാഫിങ്ങൾ പറഞ്ഞില്ല, മുബ്തദീങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് വളരെ കടുത്ത മുബ്തദീങ്ങളാണ്. സലാം ചൊല്ലൽ കറാഹത്താണ്. തുറന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുമെങ്കിലും ജമാഅത്തിന്റെ കൂലി കിട്ടുകയില്ല എന്നാൽ തന്നെ അതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതേസമയത്ത് അവരുടെ നിസ്കാരത്തിൽ അല്ലേ, ഞാനൊരാളോട് ചോദിച്ചു, നിങ്ങൾ തുറന്ന് നിസ്കരിക്കും ബഗ്ദാദിയിലെ നമ്മുടെ സുഹൃത്തിനാവുന്ന ചോദിച്ചു, നിങ്ങൾ തുറന്ന് നിസ്കരിക്കലുണ്ടോ ചോദിച്ചു. നമസ്കരിക്കില്ല. അപ്പൊ ഞാൻ നമസ്കരിച്ചില്ല, ജമാഅത്തിന് കൂലി കിട്ടില്ല എന്നാണല്ലോ, നിസ്കാരം സഹിയാവുമല്ലോ പറഞ്ഞു ഞാൻ. അപ്പൊ മുമ്പ് പറഞ്ഞു അത് ഒരു മൊത്തത്തിലുള്ള മസ്തലയാണ്. പക്ഷെ അവരുടെ നിസ്കാരം കണ്ടാൽ നമുക്ക് തുടരാൻ പറ്റൂല പറഞ്ഞു. കാരണം അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ കാട്ടിക്കൂട്ടല് അല്ലേ. റുക്കുവിലേക്ക് പോകുമ്പോ അല്ലാഹു അക്ബർ, പിന്നെ കുറെ സലാത്ത് ഇല്ല റുക്കുവിലേക്ക് പോകുമ്പോഴേ. അതിന്റെ നിസ്കാരം പാത്തിലാകൊന്നുമില്ല. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി ത്വയ്യിബീന ത്വാഹിരീന എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് റുക്കുവിൽ പോകുമ്പോൾ സുജൂദിലേക്ക് പോകുമ്പോഴൊക്കെ തക്ബീറിന് പുറമെ അത് കുറച്ചില്ല. ഓല് ഉണ്ടാക്കിയ പല ദുകളൊക്കെ തന്നെ ചെല്ല. അങ്ങനെയൊക്കെയാണ്. അല്ല റുക്കുവിൽ പോകുമ്പോൾ സ്വലാത്ത് ചെല്ലിയ നിസ്കാരം പാതിലാകും എന്നല്ലേ പറഞ്ഞത്. ഏതായാലും ശരി, അവരെ കുറിച്ച് നമുക്ക് വളരെ കടുത്ത മുബത്തദീങ്ങളാണ്. അവർക്ക് സലാം ചെല്ലൽ കറാഹത്താണ്. അതാണ് പിന്നെ പറയാനുള്ളത്. ഒരു ഹുദവി സലാം പറയാമെന്ന് പറഞ്ഞു കേട്ടു. പറയൽ കറാഹത്താണ്, ഹറാമല്ലാന്ന് പറയാന്ന് പറഞ്ഞ കറാഹത്തായ കാര്യം ചെയ്തൂടെ? അതാണ് ഹറാമല്ലാന്ന്. ഈ സലാം ചെല്ലിന്ന് വെച്ചിരിക്കുന്നത് അതിന്റെ പേര് അല്ലാഹു ശിക്ഷിക്കൊന്നുമില്ല, കറാഹത്താണ്. ദീനുള്ള കാര്യം പറഞ്ഞാൽ മതില്ല. അദ്ദേഹം അതേ പറഞ്ഞത്. ചില ആളുകൾ എനിക്ക് അപ്പുറം പറയില്ലേ, ചില ആൾ വലിയ സുന്യാൻ പറയാൻ വേണ്ടിട്ടേ ഇല്ലാത്ത ദീനില്ലാത്തൊക്കെ പറയാ. മുഹ്തദീങ്ങൾക്ക് ഒരു മൈദസ് കേൾക്കാൻ പാടില്ല, അങ്ങനെ പറഞ്ഞാൽ പെട്ടു കിട്ടുള്ളപ്പല്ലേ. മുഹ്തദീന് മൈദസ് കേൾക്കാൻ പാടില്ല,
അത് ആലിമ്യങ്ങൾക്ക് ഹറാമും നാടൻ മനുഷ്യന്മാർക്ക് കറാത്തും ഇങ്ങനെ ഇല്ലാത്ത ഒരു മസാലൊക്കെ പറയാം. അപ്പൊ അതൊന്നല്ല സലഫു സാലിഹ്യങ്ങൾ എന്താണ് ഒരു വിഷയത്തിൽ പറഞ്ഞത് അവിടെ ഒതുങ്ങിക്കാണുന്ന അതാണ് ബഹുമാനപ്പെട്ട സമസ്തകാല ജമീയത്തുൽ ഉലമ അതാണല്ലോ അല്ലെ. സമസ്തകാല ജമീയത്തുൽ ഉലമ അതാണല്ലോ. സലഫു സാലിഹ്യങ്ങൾ ദീന്റെ ഉലമാക്കൾ ബഹുമാനപ്പെട്ട ഐദുസ്ലിയെ എപ്പോഴും പറഞ്ഞിരുന്നു. സീറ്റ് ഐദുസ്ലി എപ്പോഴും ദീനിന്റെ ഉലമാക്കൾ എന്താ പറഞ്ഞേക്കണെന്ന് പറയും മുമ്പ്. അപ്പൊ അതാണ് ദീന്റെ ഉലമാക്കൾ എന്താ പറഞ്ഞത് അതാണ്. അതായത് നമ്മുടെ ഭാഗം ഓരോന്നും നനഞ്ഞുണ്ടാക്കുക എന്നിട്ട് പിന്നെ വലിയ മുജിത്തഹിദീങ്ങളാകുക അതുണ്ടാവാൻ പാടില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഒരു ഏപ്പിക്കാരന്റെ ഇപ്പൊ ഏപ്പിക്കാരനൊക്കെ പറയണം നിങ്ങൾ ഇപ്പൊ നമ്മൾ ഫിഖ്ഹി സംബന്ധമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയല്ലേ ഏതെന്താ സമ്പന്നതാണോ? ഏപ്പിക്കാരന്റെ ക്ലിപ്പ് കേട്ടു. നിങ്ങളുടെ ഉസ്താദുമാർ നരകത്തിലാണെങ്കിൽ ഞങ്ങളുടെ ഉസ്താദുമാർ നരകത്തിലാണെങ്കിൽ ആ നരകത്തിൽ പോകാൻ ഞങ്ങളും തയ്യാറാണ്. ആ പ്രസംഗത്തിൽ പറച്ചോനാണ് പറയാൻ പാടില്ല അങ്ങനെയൊന്നും. എന്റെ ഉസ്താദുമാർ നരകത്തിൽ എല്ലാവരും ഇത്ര ഉറപ്പ്? നബിമാരെന്നല്ലല്ലോ അല്ലെ, നബിമാരെന്നല്ലല്ലോ. നബിമാര് നരകത്തിൽ കടക്കൂല എന്ന കാര്യം ഉറപ്പാണ്. എത്ര വലിയ ഔലിയാക്കന്മാർ കാഫിര്യങ്ങളായിട്ട് ചത്തുപോയിട്ടുണ്ടല്ലേ. എത്ര വലിയ വലിയ ഔലിയാക്കൾ ധാരാളം മുരീദന്മാരുണ്ടായിരുന്ന വലിയ വലിയ ഔലിയാക്കൾ മശായിഖന്മാർ അവർ അവസാനം കാഫിരായിട്ട് ചത്തുപോയൊരു ധാരാളം ഉണ്ട് എന്ന്. അപ്പൊ അങ്ങനെ പറയാൻ പാടില്ല ഞങ്ങൾ ഇന്നാള് നരകത്തിലാണ് ഞാൻ നരകത്തിൽ കടന്നോട്ടെ. അതൊക്കെ നരകത്തിൽ കടന്നോക്കണ്ടേ എന്നല്ല കല്യാണുള്ളൂല്ലേ, നരകത്തിൽ കടന്നോക്കണ്ടേ. അപ്പൊ അതൊക്കെ തരാൻ വിഡിത്തം വിവരമില്ലായ്മയുടെ പേരിൽ ഓരോ കാര്യം പറയാണ്. ഇങ്ങനെ പല ഉസ്താദുമാരെ സ്വർഗത്തിലാണ് ഇങ്ങനെ ഉറപ്പ്. റസൂൽ നബിമാർ സ്വർഗത്തിൽ കാണാൻ കാര്യം ഉറപ്പാണ്. അപ്പൊ അതൊക്കെ വിവരം കമ്മിയാണൊക്കെ. പിന്നെ ഉസ്താദെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ ഇന്ന് മുതൽ ഞാൻ ഒരു ബിസിനസ്സിൽ പാർട്ട്ണറായി കൂടുന്നുണ്ട്. അത് വിജയിച്ച് നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ ഉസ്താദ് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിജയിപ്പിക്കട്ടെ. നിങ്ങളുടെ ആ ബിസിനസ്സിൽ അല്ലാഹു തആല നിങ്ങളെ വിജയിപ്പിക്കട്ടെ. നല്ല ലാഭവും ഹലാലായ രീതിയിലുള്ള ധാരാളം സമ്പാദ്യവും അത് മുഖേന അല്ലാഹു തആല നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണർമാർക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിന് റാഹത്തും സന്തോഷമൊക്കെ ആ ബിസിനസ് മുഖേന നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ എന്റെ കുട്ടിക്ക് 5 വയസ്സ് കഴിഞ്ഞു. അവൻ ഒന്നും ചെയ്യുന്നില്ല. ഇനിയിപ്പോ അവിടെ പോയത് പിന്നെ അപസ്മാരം ഉണ്ടായതാണ് പ്രസവിച്ച ഉടനെ. അത് കാരണം ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ദുആ ചെയ്യുക. ഒരുപാട് ചികിത്സ നടത്തി. എന്താണ് പഠിച്ചോന്നൊക്കെ പറയല്ലേ. അങ്ങനെ ഉണ്ടല്ലോ. എന്താണ് ചെയ്യാ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. സർവശക്തനായ അല്ലാഹു തആല അല്ലാഹുവിന്റെ മഹലായ ഫضل കൊണ്ടും അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ ദാസനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും മറ്റു ഉലുൽ അസ്മിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും എല്ലാ മുർസലീങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും എല്ലാ നബിമാരുടെയും ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും എല്ലാ ഔലിയാക്കളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും മലായിക്കത്തിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും ജിന്നിലും ഇൻസിലും പെട്ട എല്ലാ സ്വാലിഹീങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് പൂർണ്ണ ശിഫ എത്രയും വേഗം പ്രദാനം ചെയ്യട്ടെ. സിഹത്തും ആഫിയത്തും അള്ളാഹുന്റെ ത്വാഅത്തിലായിക്കൊണ്ട് സിഹത്തോടു കൂടി ആഫിയത്തോടു കൂടി ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ആ കുട്ടിക്ക് പൂർണ്ണ ശിഫ നൽകിക്കൊണ്ട് ആ കുട്ടിയെയും ആ കുട്ടിയുടെ കുടുംബത്തിനെയും അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്ന നിങ്ങളുടെയൊക്കെ ആമീന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല ഇൻഷാ അല്ലാഹ് കുട്ടിയെ ശരിയാക്കും. ഇൻഷാ അല്ലാഹ്. പിന്നെ വിസിറ്റിംഗ് വിസയിൽ വന്ന ഫാമിലിക്ക് ഉംറ ചെയ്യാമോ? അത് ചെയ്യാം. അതൊന്നും ഇതൊന്നുമില്ല. വിസിറ്റിംഗ് വിസക്ക് വന്നാലും വേണ്ടില്ല, എങ്ങനെ വന്നാലും വേണ്ടില്ല. ഇനി മക്കയിലേക്ക് വരുന്ന സമയത്ത് ഉംറ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. അവിടെ എത്തിയതിനു ശേഷമാണ് ഉംറ ഉദ്ദേശിച്ച് നിൽക്കുക. എന്നാൽ അവിടത്തെക്കാർ എവിടുന്നാണോ ഇഹ്റാം ചെയ്യേണ്ടത് അവിടുന്ന് ഇഹ്റാം ചെയ്ത് പോയാൽ മതി. ഉദാഹരണം വരാണെങ്കിൽ വിസിറ്റുകൾക്ക് വന്നാണ് ജിദ്ദയിലേക്ക് അല്ലെങ്കിൽ റിയാദിലേക്ക് ഒരാൾ വിസിറ്റ് ചെയ്തപ്പോൾ എന്നാണ് ഒരു കുടുംബം.
അവിടെ അത് പോകുന്ന സമയത്ത് ഉംറന്റെ ഉദ്ദേശമൊന്നുമില്ല. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം തീരുമാനിക്കുന്നത് എന്ത് ഇങ്ങനെ ഉംറക്ക് പോകണമെന്ന്. അപ്പൊ ജിദ്ദക്കാരാണ് ജിദ്ദനെ ഹറാം ചെയ്തിട്ട് അത് പോയി ഉംറ നിർവഹിക്കാം. അവിടെ ഒന്നും ചെയ്യേണ്ടതില്ല, അറബം നിർബന്ധമില്ല. അതുപോലെ തന്നെ ഇനിയും റിയാദ് അതിലെത്തിയതിനു ശേഷമാണ് ഉംറ ചെയ്യാൻ തീരുമാനിക്കുന്നത്. റിയാദുകാർ എവിടുന്നാണ് ഹെറാൻ ചെയ്യേണ്ടത്? ഖറുൽ മനാസിൽ നിന്നാണ് ഹെറാൻ ചെയ്യേണ്ടത്. അപ്പൊ അവിടുന്ന് ഹെറാൻ ചെയ്തിട്ട് അങ്ങോട്ട് പോയാൽ മതി. അത്രേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, വർഷങ്ങളോളം കള്ള് കച്ചവടം ചെയ്തു സമ്പാദിച്ച ഒരാൾ തൗബ ചെയ്താൽ അതിനെ സംബന്ധിച്ചതൊക്കെ കള്ള് കച്ചവടം ചെയ്ത് ഹറാമായ രീതിയിൽ സമ്പാദിച്ച സമ്പാദ്യമൊന്നും അയാളുടേതല്ലാണ്. അതൊക്കെ അതിന്റെ അവകാശികൾക്ക് തിരിച്ചു കൊടുക്കണം. ഹറാമായ രീതിയിൽ സമ്പാദിച്ച സമ്പാദ്യമൊന്നും അത് ആ സമ്പാദിച്ച ആളുടേതല്ല. പിന്നെന്ത് ചെയ്യണം? അത് അതിന്റെ അവകാശികൾക്ക് തിരിച്ചു കൊടുക്കുകയും അങ്ങനെ സമ്പാദിക്കാൻ അത് അങ്ങനെ ചെയ്യേണ്ടി വന്നതിന്റെ പേരിൽ അള്ളാഹുവിനോട് ഖേദിച്ച് തൗബ ചെയ്യുകയും ചെയ്യുക. അതാണ് അതിന്റെ തൗബ. അങ്ങനെയാണ്. അതിന്റെ ആ പൈസ ഒക്കെ എന്ത് ചെയ്യുക? അതിന്റെ അവകാശികൾക്ക് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? പുറത്തുവനെഞ്ചി ഞാൻ തെറ്റ് പറ്റിയിട്ടുണ്ട്, ഞാനിങ്ങനെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ തൗബ സ്വീകരിക്കണേ എന്ന് പറയാ. അതിന് മാർഗമുണ്ടോ? അല്ലാതെ ആ സമ്പാദ്യം അവിടെ വെച്ചുകൊണ്ട് എല്ലാ തൗബ ഉണ്ടല്ലോ അത് സ്വീകരിക്കപ്പെടുകയില്ല. കാരണം തൗബ ചെയ്യണമെങ്കിലേ അതിൽ നിന്ന് ഒഴിവാവണം, ആ കുറ്റത്തിന് അവൻ ഒഴിവാവണം. അതാ അതിന്റെ ഉടമയെ അറിയില്ല എങ്കിൽ ഒരു വിഷയമുണ്ട്. ഹറാമായ സമ്പാദനം സമ്പാദിച്ച് അതിന്റെ ഉടമയെ അറിയുന്നില്ല. ഉടമയെ അറിയാനേ അതിന് തിരിച്ചു കൊടുക്കണം. ഉടമയെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു വിഷയമുണ്ട്. എല്ലാ ഹറാമായ സമ്പാദ്യത്തിന്റെ ഒരു വിധി ഉണ്ട്. മൊത്തത്തിൽ എന്ത് അവന് ഉപകരിക്കാൻ പറ്റുകയില്ല, അവൻ ചെലവ് കൊടുക്കുന്നവർക്കും ഉപകരിക്കാൻ പറ്റുകയില്ല. പിന്നെന്ത് ചെയ്യുക? മറ്റു പൊതു വിഷയങ്ങൾ ചെലവഴിക്കുക. ഒന്നും പറ്റൂലാന്ന്. ഹറാമായ സമ്പാദ്യം കൊണ്ട് സമ്പാദിച്ച ഒന്നും പറ്റുകയില്ല. അതൊക്കെ ഒഴിവാക്കുക. അതാണ് അതിന്റെ ശരിയായ തൗബ. ഈമാണെങ്കിൽ അതാണ് ചെയ്യുക. അപ്പൊ അതൊക്കെ അതിന്റെ അവകാശികൾ തിരിച്ചു കൊടുക്കുക. അവകാശികൾ തിരിച്ചു കൊടുക്കാൻ പറ്റുകയില്ല എങ്കിൽ അത് പൊതുവിഷയത്തിൽ ചെലവഴിക്കുക. എന്നിട്ട് അവൻ എന്ത് ചെയ്യുക? പൊതുവിഷയത്തിൽ ചെലവഴിക്കാതെ റോഡ് പണിയോ അല്ലെങ്കിൽ പിന്നെ വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കുകയോ അല്ലെ, അതല്ലെങ്കിൽ ഇങ്ങനെ വേറെ നിലക്കൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ വളരെ വിഷമകരമായ രീതിയിൽ ബുദ്ധിമുട്ടുള്ള അങ്ങനത്തെ ആളുകൾക്കൊക്കെ കണ്ട് കക്കൂസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുക. പൊതുവിഷയത്തിൽ ചെലവഴിക്കുക. എന്നിട്ട് അവൻ ഇനി എന്ത് ചെയ്യുക? നല്ല ഹലാലായ സമ്പത്ത് കൊണ്ടൊരു വീടൊക്കെ ഉണ്ടാക്കുക. ആ രീതിയിലാണ് ജീവിക്കുന്നത്. അതാണ് അതിനുള്ള തൗബ. അപ്പൊ ആദ്യം തന്നെ ശ്രദ്ധിക്കുകയാണ്. ഹറാമായ സമ്പാദിച്ചാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ആദ്യം തന്നെ ചിന്തിക്കുക. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. നിങ്ങൾ ഈ ബുസ്ദരിക്കാൻ എന്തിനാണ്? വല്ലാത്ത ഞാൻ ഇത് എത്ര നിയമം പിടിച്ചിട്ടപ്പത് എത്ര വെച്ചിട്ടപ്പോ എനിക്ക് അല്ലേ ഇന്നിപ്പോ സുബേസ്കാരം വരെ അല്ല അത് തീരില്ല. അത്രമാത്രം പിഎം കടന്ന് കിടക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരാൾ ബുസ്ദരിച്ചാലേ അതൊരു ബുദ്ധിമുട്ട്. ശരിയല്ലേ? എന്തായാലും ശരി. ഉസ്താദെ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഉസ്താദെ, ബാത്റൂമിൽ നിന്ന് ഒളു എടുക്കാൻ പാടില്ലെന്ന് കേട്ടു. അങ്ങനെ പാടില്ല എന്ന് കേട്ടൊന്നും ശരിയല്ല. ബാത്റൂമിൽ നിന്ന് കൊണ്ടുണ്ടാക്കാം. മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുന്ന ആ സ്ഥലത്ത് വെച്ച് ഉളു ചെയ്ത് കറാഹത്താണ്. അത്രേ ഉള്ളൂ. മലമൂത്ര വിസർജനത്തിന് നമ്മൾ ഇരിക്കൂലേ സ്ഥലം, അവിടെ വെച്ച് എന്ത് ചെയ്യരുത്? ഉളു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഹറാമല്ല, കറാഹത്താണ്. എന്നാൽ ആ സ്ഥലമില്ലാത്ത പിന്നെ ഇങ്ങോട്ട് മാറി നിന്നുകൊണ്ട് ഉണ്ടാക്കാനൊക്കെ വേറെ സ്ഥാനം ഇപ്പോഴത്തെ ബാത്റൂമിലൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലെ. നമ്മുടെയൊക്കെ ബാത്റൂമുകളൊക്കെ അങ്ങനെ ഉണ്ട്. മലമൂത്ര വിസർജനത്തിന് വേണ്ടി ക്ലോസറ്റ് മറ്റൊക്കെ അവിടെ അതുണ്ട്. അതേസമയത്ത് അതിന്റെ കുറച്ച് ഇപ്പുറത്ത് മാറി നിന്നുകൊണ്ട് ഒന്നുണ്ടാക്കാനൊക്കെ വേറെ സൗകര്യമുണ്ട്. അപ്പൊ അങ്ങനത്തെ സൗകര്യം ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് വെച്ച് ഒന്നുണ്ടാക്കൽ കറാഹത്തല്ല. മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് ഒന്നു ചെയ്യലാണ് കറാഹത്ത്. പിന്നെ ആ കാശ് നോഡജിസ്റ്റിക്ക് കൊടുക്കാമോന്ന്. നോഡജിസ്റ്റിക്ക് ഇപ്പൊ ആ കാശ് മാത്രല്ല ഇനിയിപ്പോ അല്ലേ, അതിനൊക്കെ അപ്പുറമുള്ള കോടതിയായിട്ട് അത് ചെയ്യാട്ടില്ല എന്നൊക്കെ നമ്മളെ പിന്നെ കൊണ്ടുവരണ്ടില്ല. ഹലാലായ പൈസ തന്നെ കൊടുത്തവർ സ്ഥിതി തന്നെ വളരെ വിഷമത്തിലാണ് നമ്മൾ കേട്ടത്. കൂടുതൽ അറിയില്ല, അങ്ങനെ കേട്ടത് അല്ലേ. ആ സ്ഥലം അവിടെ ഉണ്ടാക്കാൻ പാടില്ല എന്ന് കോടതി വിധി ഉണ്ടെന്നും പിന്നെ ഇത് ഉണ്ടാക്കിയെന്ന് കൂട്ടായിരുന്നു പിന്മാറിക്കണമെന്നും അങ്ങനെയൊക്കെയാണ് കേട്ടത്. വല്ലാത്തൊരു അതിശയല്ലേ. ആ ബഹുമാനപ്പെട്ട ഈ ഹൈദവശാവതങ്ങൾ വല്ലാത്തൊരു സാധനം. വല്ലാതെ പേടിക്കേണ്ട മനുഷ്യനാണല്ലോ. വല്ലാതെ പേടിക്കേണ്ട മനുഷ്യനാണ് ബഹുമാനപ്പെട്ട
ഹൈദരലി ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തിന്റെ അടുക്കുന്ന ആ 1000 റുപ്യ ഉണ്ടല്ലോ, എനിക്ക് പറയണം ഹൈദരലി ശിഹാബ് തങ്ങൾ എടുക്കുന്ന ആ 1000 റുപ്യ വാങ്ങിയിട്ട് ഫ്ലക്സ് ബോർഡൊക്കെ വെച്ചല്ല അവര്. അതില്ലായിരുന്നെങ്കിൽ അവരുടെ നോളജ് സിറ്റും ഉണ്ടാവുമായിരുന്നു, അവരുടെ ഷെയറെ മുബാറക്ക് പള്ളിയൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. അതൊറ്റ കാരണം മൂപ്പര് പറഞ്ഞു, മൂപ്പര് എല്ലാ ദേശം മുപ്പിച്ച വിഷയത്തില് ഫോട്ടോ എടുക്കാൻ മൂപ്പരോട് അവിടെ പാണക്കാട് തങ്ങന്മാരെ കുറിച്ച് നമുക്കറിയാലോ. അവരാര് സമീപിക്കുകയാണെങ്കിലും അവരെ ആരെയും നിരാശപ്പെടുത്തൂല. അവര് ഇന്ന വിഷയം അതിനുമ്പൊന്നും തരണം, ആയിക്കോട്ടെ. പക്ഷെ അവരെന്ത് ചെയ്ത് അവരെ ഫോട്ടോ എടുക്കാൻ വേണ്ടാതെ തങ്ങൾ. എന്നിട്ട് അവർ ഫോട്ടോ എടുത്തു മാത്രമല്ല എല്ലാ സ്ഥലത്തും ബോർഡും വെച്ചു. ഇന്നെ ഇതിനു വേണ്ടി ഷാഹിദ് ശാസ്ത്രങ്ങൾ ഷെയർ നൽകുന്നു എന്ന് പറഞ്ഞിട്ട് ബോർഡും വെച്ചു. അപ്പൊ തങ്ങൾക്ക് ദേഷ്യം പിടിച്ച് അപ്പൊ തങ്ങൾ പിന്നെ അവിടെ മലപ്പുറത്തെ പ്രസംഗത്തിൽ എന്ത് പറഞ്ഞു, അവരെ പുറം കാലുകൊണ്ട് ചവിട്ടണം. തങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ വാക്കുണ്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടാവില്ല, അതിന് ശേഷം പറഞ്ഞില്ല അല്ലേ? അങ്ങനത്തെ ഒരു കടുത്ത ഭാഷ ബഹുമാനപ്പെട്ട തങ്ങൾ അതിന് മുമ്പ് പറഞ്ഞിട്ടില്ല, അതിന് ശേഷം പറഞ്ഞിട്ടില്ല, അന്ന് മാത്രമാണ് പറഞ്ഞത്. അത്രമാത്രം വിഷമം തങ്ങൾക്ക് ഉണ്ടായതുകൊണ്ടാണ്. അതോടുകൂടി എന്തായിപ്പല്ലേ ആ പള്ളി ഉണ്ടാക്കൽ അതും ഇല്ലാതായി. എന്നിട്ട് അങ്ങനെ ഉണ്ട്, ഇങ്ങനെ പാർട്സ് ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ ഉണ്ട് എന്നൊക്കെ. അവസാന നോളജ് സിറ്റി 100 ഏക്കർ സ്ഥലം, 3000 കോടി ഉറുപ്പിയുടെ പദ്ധതി. അപ്പോ ടൈം കുറെ ഞാൻ പോകാതെ എന്റെ ആള് കൊണ്ട സംഭവം നല്ല കാത്തിക്കണമെങ്കിൽ മനസ്സിലായിട്ടില്ല. അപ്പൊ ഏതായാലും ശരി. പിന്നെ അപ്പൊ അതിന്നേ അപ്പൊ അതാണ് ബഹുമാനപ്പെട്ട തങ്ങളുടെ വാക്കുണ്ടല്ലോ, വല്ലാത്തൊരു പേടിക്കേണ്ട മനുഷ്യനാണ്. അത് ഭൂപേതങ്ങളുടെ മകനല്ലേ. അപ്പൊ അതാണ് വിഷയം. ഇപ്പൊ അത് ഉണ്ടാക്കണ ആ ബിൽഡിംഗ് നിർമ്മാണക്കാര് അതിൽ നിന്ന് പിന്മാറി എന്നാ പറഞ്ഞത്. അതിന് പിന്മാറിയെന്ന്. ഇപ്പൊ അതിന് ഷെയർ കൂടാൻ വേണ്ടി പൈസ കൊടുത്ത ആളുകളൊക്കെ അതിന്റെ പൈസ തിരിച്ച് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെയാണ് കേൾക്കണത്. പിന്നെ അസ്സലാമു അലൈക്കും. അപ്പൊ ഞാനായി മറുപടി പറഞ്ഞു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. എനിക്ക് ബാങ്ക് ലോൺ ഉണ്ട്, വേഗം കടം വീടാൻ ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കടം വേഗം വീട്ടി തരട്ടെ. ഈ ആവശ്യമില്ലാതെ വളരെ നിർബന്ധമായ ഘട്ടത്തിലില്ലാതെ ബാങ്കിനെ സമീപിക്കരുത്. നമ്മൾ സഹായത്തിന് വേണ്ടി വളരെ നിർബന്ധമായ സാഹചര്യം ഉണ്ടല്ലോ, അങ്ങനത്തെ സാഹചര്യത്തിലില്ലാതെ ബാങ്കിനെ സമീപിക്കരുത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ മഹബൂബായ പദവി കൊണ്ട് നിങ്ങളുടെ കടം വേഗം വീട്ടി തരട്ടെ. അങ്ങനെ ആ വിഷമത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ്. ഹമ്മാമിൽ പ്രത്യേക സ്ഥലം ഉണ്ടാക്കി വുളൂ ചെയ്യുമ്പോൾ ദിക്ർ ചൊല്ലാൻ പറ്റുമോ? റേഡിയോ ശ്രോതാവാണ്. ഹമ്മാമിൽ നിന്ന് അത് മലമൂത്ര വിസർജനം ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് ദിക്ർ ചൊല്ലൽ കറാഹത്താണ് നമ്മൾ മുമ്പ് പറഞ്ഞു അല്ലേ? മലമൂത്ര വിസർജനം ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് ദിക്ർ ചൊല്ലലുണ്ടല്ലോ, അത് കറാഹത്ത, എപ്പോഴും കറാഹത്താണ്. നേരെ മറിച്ച് പിന്നെ ദിക്ർ അല്ലാത്ത മറ്റ് സംസാരങ്ങൾ സംസാരിക്കലും കറാഹത്താണ്. അത് എപ്പോഴുള്ളൂ കറാഹത്ത്? അതാ ആ മൂത്രം കാഷ്ടൊക്കെ പോരുന്ന സമയത്ത്, ആ പുറപ്പെടുന്ന സാധനം പുറപ്പെടുന്ന സമയത്ത് സംസാരിക്കൽ കറാഹത്താണ്. അത് പുറപ്പെടുന്നതിന് മുമ്പോ ശേഷമോ എന്ത് ചെയ്യാ? മറ്റു സംസാരങ്ങൾ സംസാരിക്കൽ കറാഹത്തല്ല, പക്ഷെ അപ്പോഴും ദിക്ർ ചൊല്ലൽ കറാഹത്താണ്. അതാണ്. ഇനി അത് അവിടെ വെച്ചല്ല, മലമൂത്ര വിസർജനത്തിന് വേണ്ടി തയ്യാർ ചെയ്ത റൂമാണ്, പക്ഷെ അവിടെ ഒളു ചെയ്യാൻ വേണ്ടി പ്രത്യേകമായ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് വെച്ച് ദിക്ർ ഒളു ചെയ്യുമ്പോഴൊക്കെ ദിക്റുണ്ടല്ലോ, ആ ദിക്ർ ചൊല്ലൽ കറാഹത്തല്ല. ദിക്ർ ചൊല്ലൽ എവിടെയും കറാഹത്ത് മലമൂത്ര വിസർജനത്തിന് വേണ്ടി തയ്യാർ ചെയ്ത ആ സ്ഥലത്ത് വെച്ച് ദിക്ർ ചൊല്ലലാണ് കറാഹത്ത്. അതിന് അപ്പുറത്തേക്ക് മാറി നിന്നുകൊണ്ട് ഒളു ചെയ്യാൻ വേറെ സ്ഥലമുണ്ടെങ്കിൽ അവിടെ വെച്ച് ദിക്ർ ചൊല്ലൽ കറാഹത്തല്ല എന്നർത്ഥം. ഉസ്താദെ, അടവിന് വേണ്ടി വണ്ടി എടുക്കാമോ? ഉസ്താദെ, PM കാലിക്കറ്റിന് ശരി, PM അല്ലേ, അടവിന് വേണ്ടി വണ്ടി എടുക്കാന്ന് പറഞ്ഞപ്പോ അത് അവിടെ ഉണ്ടാവോ? അദ്ദേഹം തോന്നുന്നു അല്ലേ? അടവിലൂടെ അടവിന് വണ്ടി എടുക്കാൻ പാടില്ല, അങ്ങനെ എടുക്കാൻ പാടില്ല. അത് നമ്മുടെ നാട്ടിലൊക്കെയുള്ള പലിശ സ്ഥാപനങ്ങളുണ്ടല്ലോ, പലിശ അടവിനാണ് വണ്ടി എടുക്കുകയോ ചെയ്യാ, അതിൽ പലിശ വരുന്നെങ്കിൽ പറ്റുകയില്ല, അല്ലേ പറ്റും. എങ്ങനെ? ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കമ്പനി നിങ്ങൾക്കൊരു വണ്ടി തരാണ്. ആ കമ്പനി സാധാരണ വണ്ടി വിൽക്കുന്നത് 1.5 ലക്ഷം റുപ്യക്കാണ്. 1.5 ലക്ഷം എവിടെ പറയാൻ വേണ്ടത്, നമ്മുടെ നാട്ടിൽ ഒരു 5 ലക്ഷം റുപ്യക്ക് അല്ലേ? 5 ലക്ഷം റുപ്യക്കാണ് ആ വണ്ടി സാധാരണ ആ കമ്പനി വിൽക്കാറ്. പക്ഷെ നിങ്ങളുടെ ആ കമ്പനി പറയുന്നുണ്ട്, ഈ വണ്ടി നിനക്ക് ഞങ്ങൾ 6 ലക്ഷം റുപ്യ തരുന്നു. 6 ലക്ഷം റുപ്യക്ക് ഈ വണ്ടി നിനക്ക് വിറ്റു. പക്ഷെ നീ എന്ത് വേണ്ട,
റൊക്ക പൈസ തരുമൊന്നും വേണ്ട, മാസം ഇത്ര റുപ്യ അടച്ച് 6 ലക്ഷം റുപ്യ അടച്ചു തീർത്താൽ മതി എന്ന് പറയാൻ നിൽക്കുക. എന്നാൽ അത് അനുവദനീയമാണ്, ഹലാലാണ്. കാരണം എന്താണ്? അവിടെ പലിശ തരണില്ല. നേരെ മറിച്ച് ആ കമ്പനി പറഞ്ഞത് 5 ലക്ഷം റുപ്യ നിന്റെ വില, പക്ഷെ നീ എന്ത് ചെയ്യണം, 6 ലക്ഷം റുപ്യ അടക്കണം. 5 ലക്ഷം റുപ്യ വിലയും 1 ലക്ഷം റുപ്യ പലിശയായിട്ട് നീ എന്ത് ചെയ്യുക, അടക്കണം എന്ന് പറയുന്നത് ഹറാമുമാണ്, അല്ലെങ്കിൽ ഹറാമല്ല. മനസ്സിലായല്ലേ? മനസ്സിലായ? അപ്പൊ ഹറാമും ഹലാലും തീരുമാനിക്കൽ ആ നിലക്കാണ്. സംഗതി ഇപ്പൊ നിങ്ങൾക്ക് 5 ലക്ഷം റുപ്യക്കാണ് ആ സാധനത്തിന് 5 ലക്ഷം റുപ്യ ആണ് വില. പക്ഷെ 5 ലക്ഷം റുപ്യയും വിലയും തരണം, റൊക്കം പൈസക്ക് എടുക്കണില്ലെങ്കിൽ 5 ലക്ഷം റുപ്യ വിലയും തരണം. അതിന് പുറമെ പിന്നെ 1 ലക്ഷം റുപ്യ പലിശയും, അങ്ങനെ 6 ലക്ഷം റുപ്യ അടക്കണം മാസം ഇത്ര വെച്ച് എന്നാണ് പറയുന്നത്. എന്നാൽ അത് ഹറാമാണ്, പാടില്ല. നേരെ മറിച്ച് അതേ സാധനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 6 ലക്ഷം റുപ്യക്ക് ആ കമ്പനിക്ക് വിൽക്കാം. കാരണം ഒരു മുതലിന്റെ ഉടമക്ക് ആ മുതൽ അതിന്റെ വില തീരുമാനിക്കാൻ അവകാശമുണ്ട്. എല്ലാവർക്കും ഒരേ വിലക്ക് വിറ്റോണം എന്നില്ല. അപ്പൊ ആ കമ്പനി നിങ്ങൾ പറയും, ഇസ്ലാമിക് ബാങ്കൊക്കെ പാരാ ചെയ്യുന്നത്. ഇസ്ലാമിക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോഴും ഇസ്ലാമിക് ബാങ്ക് അല്ലാത്ത പലിശ ഉള്ള സ്ഥാപനത്തിൽ ബാങ്ക് എടുക്കുമ്പോഴും നമ്മൾ അടക്കേണ്ടുന്ന സംഖ്യയൊക്കെ ഏകദേശം ഒരുപാട് തന്നെയാണ്. ഇപ്പൊ ഇസ്ലാമിക് ബാങ്ക് അല്ലാത്തൊരു ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ 5 ലക്ഷം റുപ്യന്റെ സാധനം ലോൺ എടുത്ത് നിൽക്കുക, എന്നാൽ നമ്മൾ 6 ലക്ഷം റുപ്യ അടക്കേണ്ടി വരും. അതേ ലോണ് ഇസ്ലാമിക് ബാങ്കിൽ നിന്ന് എടുക്കുകയാണെങ്കിലും അടക്കണം. പക്ഷെ 2 വ്യത്യാസമുണ്ട്. ഇസ്ലാമിക് ബാങ്ക് ആ സാധനം നിങ്ങൾക്ക് വിൽക്കുന്നത് തന്നെ 6 ലക്ഷം റുപ്യക്കാണ്, 5 ലക്ഷം റുപ്യക്കല്ല, 6 ലക്ഷം റുപ്യക്കാണ്. പക്ഷെ ഇസ്ലാമിക് ബാങ്ക് പറയുന്നു നിങ്ങളത് മാസത്തെ അടച്ചാൽ മതി. മറ്റ് ബാങ്കുകൾ ആ സാധനം നിങ്ങൾക്ക് വിൽക്കുന്നത് 5 ലക്ഷം റുപ്യക്കാണ്. പക്ഷെ ആ ബാങ്ക് പറയുന്നു 5 ലക്ഷം റുപ്യ വിലയും തരണം, പിന്നെ 1 ലക്ഷം റുപ്യ പലിശയും തരണം എന്നാ. അല്ലേ? നിങ്ങൾ അടക്കേണ്ടതൊക്കെ ഒരുപോലെയാണ് എങ്കിലും ശരി, രണ്ടും വകുപ്പ് വ്യത്യാസമുണ്ട്. ഒന്ന് ഹലാലാണ്, ഒന്ന് ഹറാമുമാണ്. പിന്നെ അവകാശി എവിടെ പോയി, അതിൽ കുറച്ചു പേർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ കുഴിയിൽ പോയി കൊടുക്കാമോ? എന്താ മനസ്സിലായിട്ടില്ല. എന്താണ് ഈ ജോലി ചെയ്യാതെ രജിസ്റ്റർ ഒപ്പിട്ട് ശമ്പളം വാങ്ങൽ ഹറാമാണോ ഹലാലാണോ? അസൂയ ശരി, നമ്മുടെ മറ്റാളാണ് ഇതുപോട്ടെ. ജോലി ചെയ്തിട്ട് ശമ്പളം വാങ്ങതൊക്കെ ജോലി ചെയ്തിട്ടേ ഇങ്ങനെ ജോലി ചെയ്യാതെ രജിസ്റ്ററിൽ ഒപ്പിട്ട് അതിനകത്ത് അതൊക്കെ നിങ്ങൾ പറഞ്ഞു കാട്ടുന്ന ഓരോ വിഷയന്റെ കുട്ടിയോടെ അല്ലേ? അതൊക്കെ നിങ്ങളെ നിങ്ങൾക്ക് എന്തെല്ലാം സാധിക്കുന്നേ? എല്ലാവരുടെ ഭരണസ്വാധീനവും ഉമ്മൻചാണ്ടി നിങ്ങളാളാണ്, ആര്യാദ് നിങ്ങളാളാണ്, കുഞ്ഞാലിക്കുട്ടി നിങ്ങളാളാണ്, ഇനി പ്രതിപക്ഷത്തുള്ള ആളാണെങ്കിൽ അച്യുതാനന്ദൻ നിങ്ങളാളാണ്, മറ്റേ ആരാണ് മറ്റേ പിണറായി വിജയൻ നിങ്ങളാളാണ്, ഇനി കേന്ദ്രം ഭരിക്കുന്ന പിന്നെ മോദി നിങ്ങളാളാണ്, ഇനി മറ്റേ കമ്പി അടിക്കാൻ പറഞ്ഞില്ലേ, എന്താണ് ഞാൻ കമ്പി അടിച്ചോളാം പറഞ്ഞില്ലേ, ആരാണ് മന്ത്രിയാകണ്ടേ ഞാൻ കമ്പി അടിച്ച മുല്ലപ്പള്ളി നിങ്ങളാളാണ്. എല്ലാ ഭരണകർത്താക്കളും നിങ്ങളാളുകൾ, നമുക്കാരില്ലല്ലോ അല്ലേ? അപ്പൊ അങ്ങനത്തെ കണ്ട് നിങ്ങൾക്ക് പിടിക്കാൻ സാധിക്കണല്ലേ അല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് അദ്ദേഹം സാധിക്കില്ല? അതെങ്ങനെ നടക്കുന്നില്ല? കൂടെ പരസ്യം നടക്കുന്നുണ്ട്. എന്താണ് കാരണം? നിങ്ങൾ പച്ചമ അറിഞ്ഞാണ്, വാർത്തക്കാരൻ തന്നെ ഓണാനാണ് അതന്നെ. കാരണം ശരിയാകുമായിരുന്നെങ്കിൽ എല്ലാ ആളുകളും BJP-കാരാവട്ടെ, കോൺഗ്രസ്സുകാരാവട്ടെ, ലീഗുകാരാവട്ടെ, മാർക്സിസ്റ്റുകാരാവട്ടെ അല്ലെ, നിരീശ്വരവാദികളാവട്ടെ, മതവിശ്വാസികൾ ആരാലും ചെയ്യാം, ഒക്കെ നിങ്ങൾ ആളുകളാണ്. ഞാൻ കമ്പിടിക്കാൻ നിങ്ങൾക്ക് മന്ത്രിയാണ്, ഞാൻ സോനിയാജിക്ക് കമ്പിടിച്ചോളാന്ന് പറഞ്ഞത്. ശേഷാഹിബ് അങ്ങനെ പറയില്ലോ. അപ്പൊ അതൊക്കെ നിങ്ങളുടെ വിലകേടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദര. നിങ്ങൾ ഓരോന്നും പറഞ്ഞിട്ട് ഓരോ നാണം കടാൻ നിൽക്കരുത്. അതുപോട്ടെ. മറോട്ടിക്കൽ വിസിറ്റിംഗ് വിസയിൽ വന്ന എന്താണ് വേറെ പോട്ടെ. വിസിറ്റിംഗ് വിസയിൽ വന്ന ഫാമിലിക്ക് ഉംറ ചെയ്യാൻ പറഞ്ഞല്ലോ, ഉംറ ചെയ്യാം, അതുകൊണ്ട് വിരോധം ഇല്ല. പിന്നെ നേരത്തെ പറഞ്ഞു വിസിറ്റിംഗ് വിസയിൽ വന്ന, ഞാൻ പറഞ്ഞല്ലോ അതിന് മറുപടി പറഞ്ഞിരിക്കണേ. വിസിറ്റിംഗ് വിസക്ക് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ ഉംറ ഉദ്ദേശിച്ചുകൊണ്ടാണ് വരാൻ നിൽക്കുക. എന്നാൽ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നാട്ടിൽ നിന്നുള്ള മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യണം. നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശമുണ്ട് ഉംറ ചെയ്യണമെന്ന ഉദ്ദേശമുണ്ട് എങ്കിൽ നാട്ടിൽ നിന്ന് വരുന്ന സമയത്തുള്ള നാട്ടിൽ നിന്ന് ഇന്ത്യക്കാരുടെ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യണം.
അതല്ല വരുന്ന സമയത്ത് ആ ഉദ്ദേശമില്ല, വന്നതിന് ശേഷം യുഎയിൽ എവിടെയാണ് സൗദി അറേബ്യയിൽ എവിടെ വെച്ചാൽ അവിടെ എത്തിയതിനു ശേഷം തീരുമാനിക്കണം ഉംറക്ക്. എന്നാൽ പിന്നെ ആ സ്ഥലത്ത് നിന്ന് പോകുമ്പോൾ എവിടെ നിന്നാണ് ഇഹ്റാം ചെയ്യുന്നത് അവിടെ നിന്ന് ഇഹ്റാം ചെയ്താൽ മതി. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഉസ്താദെ, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം മേടിച്ചപ്പോൾ കൂപ്പൺ തന്നു. അതിലൊരു മുമ്പായി അതിൽ ഒരു മൊബൈൽ കിട്ടി. അത് ഹലാലാകും? അത് ഹലാലാണെന്നാ? അത് ഹലാലാണ്. അതിന് നിങ്ങൾ ആ കൂപ്പൺ എന്താ ഹലാലാന്ന് പറയാൻ കാരണം, ആ കൂപ്പന് നിങ്ങൾ പ്രത്യേകമായ വില കൊടുക്കേണ്ടതില്ല. ഹറാമാവൽ എങ്ങനെ വെച്ചാൽ പല ആളുകളും ടിക്കറ്റ് ഒരു നിശ്ചയ സംഖ്യ കൊടുത്തുകൊണ്ട് പല ആളുകളും ടിക്കറ്റ് എടുക്കുന്നു. എന്നിട്ട് ആ ടിക്കറ്റ് അതിൽ ചില ആളുകൾക്ക് വലിയ സമ്മാനം കിട്ടുന്നു, ചില ആളുകൾക്കോ അവർ കൊടുത്തത് പോലും കിട്ടുന്നുമില്ല. ഇങ്ങനെ ആകുമ്പോഴാണ് ഹറാം. അതാണ് ഭാഗ്യക്കൂറയൊക്കെ അപ്പൊ അങ്ങനെയാണ്, ഭാഗ്യ ടിക്കറ്റൊക്കെ അങ്ങനെയാണല്ലേ. 10 റുപ്യ എത്രയാണാവോ? പണ്ടൊക്കെ റുപ്യെന്ന് ഒരു റുപ്യന്റെ ടിക്കറ്റ് 1 ലക്ഷം റുപ്യ എന്നൊക്കെ പണ്ട് ഞാൻ വിളിച്ചറിഞ്ഞു പോയിരുന്നത്. അപ്പൊ ഒരു റുപ്യക്കൊന്നൊരു വിലയില്ലല്ലോ. ഇപ്പൊ ഏതായാലും ശരി, ഇപ്പൊ 200 റുപ്യ ആയിക്കോട്ടെ. 200 റുപ്യ ആണെങ്കിൽ കുറെ ആളുകൾക്ക് 200 റുപ്യ വാങ്ങുന്നു, അവർക്കൊക്കെ ടിക്കറ്റ് കൊടുക്കുന്നു. എന്നിട്ടോ അതിൽ നിന്ന് കുറച്ച് ആളുകൾക്ക് 200-നേക്കാളും അപ്പുറം വലിയ സംഖ്യ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ വെച്ച് കുറച്ച് ആളുകൾക്ക് കിട്ടുന്നു. വേറെ ചില ആളുകൾക്കോ അവർ കൊടുത്ത 200 കിട്ടുന്നില്ല. ഇത് ഹറാമാണ്. നേരെ മറിച്ച് അതല്ല. നേരെ മറിച്ച് ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നുള്ളത് നിങ്ങൾ ആ ടിക്കറ്റ് നിങ്ങൾക്ക് ടിക്കറ്റ് തരാൻ ആ ടിക്കറ്റിന് നിങ്ങൾക്ക് പൈസ കൊടുക്കേണ്ടതേ ഇല്ല. പിന്നെ ആ കടയിൽ നിന്ന് നിങ്ങൾ സാധനം വാങ്ങുന്നു, നിങ്ങൾ കുറച്ച് പൈസക്കുള്ള സാധനം അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. പിന്നെ അവരെ പ്രോത്സാഹനമായിട്ട് അവർ ടിക്കറ്റ് ഫ്രീ ആയിട്ട് തരികയാണ്. എന്നിട്ട് ആ ടിക്കറ്റുകൾക്ക് അവർ നറുക്കെടുക്കുക നടത്തുകയാണ്, അതിൽ നിന്ന് സമ്മാനം കൊടുക്കുക. അതുകൊണ്ട് വിവരമില്ല, അത് അനുവദനീയമാണ്. നിന്ന് മൂത്രം ഒഴിക്കുന്നതിന്റെ വിധി എന്താണ്? ഹറാമോ കറാഹത്തോ? കാരണം ഇല്ലാതെ നിന്ന് മൂത്രം ഒഴിക്കൽ കറാഹത്താണ്, ഹറാമല്ല. ഒരു കാരണം ഇല്ലാതെ നിന്ന് മൂത്രം ഒഴിക്കുകയാണ്, അത് കറാഹത്താണ്. നേരെ മറിച്ച് പിന്നെ കാരണം മുമ്പ് നിൽക്കുക, അതിന് കാലിന്റെ മുട്ടുവേദനയുണ്ട്, എല്ലാം അവിടെ ഇരുന്ന് മൂത്രം ഒഴിക്കാൻ പറ്റാത്ത സ്ഥലമാണ്, അങ്ങനെയൊക്കെ സ്ഥലമാണെങ്കിൽ അവിടെ നിന്ന് മൂത്രം ഒഴിച്ചത് കറാഹത്തുമില്ല. ഗവൺമെന്റ് അനുവാദം ഇല്ല. എന്താണ് ഇപ്പൊ ഈ പിന്നെ കുടുംബങ്ങളെ കുറച്ച് മാന്യത നിങ്ങൾക്കുണ്ട് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ മാനിച്ചു, നിങ്ങൾ കളയരുത്. നിങ്ങളുടെ അടുത്ത് കുറച്ച് മാന്യത ഉണ്ട് എന്ന് വിചാരിച്ച് ഞാൻ പലപ്പോഴും നിങ്ങളെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്, അല്ലേ? നിങ്ങളെ ഒരു ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് ഇപ്പൊ നിങ്ങളിങ്ങനെ ഈ സമദ് പൂക്കോട്ടൂർ എന്ന ഫുട്ബോൾ കളിക്കാരൻ ഇതിനൊക്കെ അത് പറഞ്ഞാണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഇത് പറയുകയാണെങ്കിൽ ഇവിടെ വേറെ ആളുണ്ടായിരുന്നു, വല്ലാതെ ഇങ്ങനെ ഉപദേശിക്കുന്ന ഒരാളാളിപ്പോ നമ്മുടെ മുന്നിൽ കടക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഒരു സത്യം അറിയാണ്ടായിരുന്നില്ലേ, സദാസമയത്ത് ശല്യപ്പെടുത്തി കണ്ടുള്ള ഒരാളുണ്ടായിരുന്നു. അയാളിപ്പോ ഞങ്ങൾ റൂമിൽ കടക്കാൻ പറ്റാത്ത അവസ്ഥ ആൾക്കുള്ളത്. അപ്പൊ നിങ്ങൾ ആ നിലക്ക് അവർക്ക് മാന്യമായ രീതിയിൽ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റില്ലെങ്കിൽ ഇവിടുന്ന് പോവാൻ ഇത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ ഇരിക്കാൻ നിർബന്ധമൊന്നുമില്ല. ഒന്നിന്റെ ഇവിടെ മാന്യമായ രീതിയിൽ ഇരിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അമാന്യമായി നിൽക്കാൻ പറ്റുന്ന സ്ഥലം എവിടെ ചെന്ന് നിങ്ങൾക്ക് അവിടെ പോവുകയും ചെയ്യാം. അത് തന്നെ മര്യാദ. അപ്പോ ഇനിയിപ്പോ കുറെ ഒരുപാടുണ്ട്. ഞാനിപ്പോ ഒന്ന് ഇൻഷാല്ലാ ബാക്കിയുള്ളതൊക്കെ പിന്നാവാം. അള്ളാഹു സുബ്ഹാനഹു ഇതുവരെയൊക്കെ പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഈ വന്ന PM ഇപ്പൊ ഞാൻ വായിക്കാതെ കുറെ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടതുണ്ടാവും. അവരെന്തൊരു വിഷയത്തിന് വേണ്ടിയാണ് ദുആ ചെയ്യാൻ പറഞ്ഞത്, അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മഹലായ ഫദ്ല് കൊണ്ട് നിറവേറ്റി കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പഠിച്ച റബ്ബ് അവന്റെ മഹലായ ഫദ്ല് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് എന്തൊരു വിഷയത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയാണ് അവർ ആവശ്യപ്പെട്ടത്, അതൊക്കെ അള്ളാഹു തആല നിർവഹിച്ചു കൊടുക്കട്ടെ. പഠിച്ചവന് കുട്ടികളില്ലാത്ത ആളുകൾക്ക് സ്വാലിഹീങ്ങളായ സന്താനം നൽകിക്കൊണ്ട് അവരെ സന്തോഷിപ്പിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല കുട്ടികളുണ്ട് അങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട ആ കുട്ടികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സിഹത്തോടുകൂടി ആഫിയത്തോടു കൂടി ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ആ കുട്ടികളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹീങ്ങളുടെയും മുത്തഖീങ്ങളുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അവരെ കൊണ്ട് അല്ലാഹു കുടുംബത്തിനും ദീനിനും വലിയ ഉപകാരം നൽകട്ടെ.
നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, നമ്മുടെ അയൽവാസികൾ, കൂട്ടുകുടുംബങ്ങൾ, നമ്മുടെ മശായിഖന്മാർ, ഉസ്താദന്മാർ, ശിഷ്യന്മാർ, നമ്മൾ ദുആ കൊണ്ട് വസിയത്ത് നൽകിയവർ, നമ്മെ സഹായിച്ചവർ, നമ്മുടെ മേൽ ഹഖുള്ളവർ, എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു നമ്മൾക്ക് മരിക്കുന്ന സമയത്ത് പൂർണ്ണ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് സ്വർഗ്ഗം കണ്ട് മരിക്കുന്നവരിൽ ഉൾപ്പെടുത്തി തരട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈർ. ഏകദേശം 1.25 മണിക്കൂറോളം നീണ്ട ഫിഖ്ഹ് ക്ലാസ്സാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. അൽഹംദുലില്ലാഹ് ഉസ്താദിന് അല്ലാഹു തആല ആഫിയത്തോടു കൂടി ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയും സംശയമുള്ളവർ ഉസ്താദിന്റെ ഐഡിയിലേക്ക് PM അടിച്ചിടുക. നാളെ ഇൻഷാ അല്ലാഹ് നാളത്തെ ലൈവിന് ശേഷമോ അല്ലെങ്കിൽ ഈ സമയത്ത് സാധാരണ നടത്തുന്ന സമയത്ത് ഉണ്ടാവും. ഇനി ഇൻഷാ അല്ലാഹ് ലൈവ് ചർച്ചയിലേക്ക് കടക്കാം. RCKP സമദ് ഫൈൽ ഉസ്താദ് ക്ലാസ് റൂമിലുണ്ട്, മുകളിൽ വരണം. ചോദ്യക്കാർക്കൊക്കെ ഇനി വന്നുകൊണ്ട് കുറുമ്പില്ലാത്തവർക്കൊക്കെ ചോദ്യം ചോദിക്കാം. എന്തൊക്കെയാണ് ആവശ്യം? കുറുമ്പ പലർക്കും ടെക്സ്റ്റ് അടിക്കുന്നുണ്ട്. ഫുട്ബോള് നമ്മളെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അബ്ദുസമദ് ഇനിയിപ്പോ പറയാലോ, അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബ് ഇവിടെ വന്നപ്പോൾ നമ്മളെ അസുലം കൊടുവള്ളി നേരിട്ട് ചോദിച്ചു, നിങ്ങളെ പറ്റി ഫുട്ബോൾ അനൗൺസ്മെന്റ് ചെയ്തു ഇങ്ങനെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മുപ്പത് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. മതപ്രഭാഷണത്തിന് വയതിന് വേണ്ടി പ്രഭാഷണം ചെയ്തിട്ടുണ്ട്, ഞാൻ ജീവിതത്തിൽ നേരിട്ടാണ് ചോദിച്ചു സംശയമുള്ള കാര്യം. അപ്പൊ ഇവരൊക്കെ എത്ര കാലമായി ഈ കളവ് പറഞ്ഞെടുക്കണു? നമ്മളൊക്കെ ഇനി ചെറുപ്പത്തിലേക്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ച് ധാരണ ഉണ്ടായിരുന്നു. ഇനി പൂക്കോട്ടൂർ ചെറുപ്പത്തിൽ പറയാറുണ്ട്, സൗണ്ടുള്ളവര് ചെറുപ്പത്തിലെ കുട്ടിക്കാലത്തോ. പക്ഷെ അങ്ങനെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലെന്ന് മനുഷ്യർ പറയുമ്പോ ഈ ആളെ പറ്റി ഇല്ലാത്ത കളവ് പറഞ്ഞെടുക്കാൻ ഈ കള്ളക്കാന്തന്മാരെ വിധി എന്താണ്? ഇവരെ പറ്റി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഇല്ലാന്ന് തെളിയിച്ചാൽ അവർ പറഞ്ഞ പണി നമ്മൾ എടുക്കും. അതാണ് വ്യത്യാസം. അങ്ങനെ ഓരോ ആരോപണം കളവ് പറഞ്ഞ് പണ്ഡിതന്മാരെ പേരിൽ 10,000 വട്ടം പറയുമ്പോൾ ഒരിക്കലെങ്കിലും ഒരാളെങ്കിലും വിശ്വസിക്കുമല്ലോ. ഇങ്ങനെ പച്ച പൊള്ളു പറയാ. കൈരളി TV കൂട്ടുപിടിച്ച് കണ്ട് മലബാർ റൂം വന്ന് കണ്ട് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നാണ്. ഇപ്പൊ എന്തായി? കൈരളിക്കാരും മുങ്ങി, ഒരു മുങ്ങി.